വേറിട്ടൊരു കാഴ്ചയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇത്തരം വേറിട്ട കാഴ്ചകൾ ശ്രദ്ധിക്കപ്പെടുമോ എന്ന് എനിക്കറിയില്ല. നെഗറ്റീവായ ഒരുപാട് കാര്യങ്ങൾക്ക് അമിതമായ പ്രചരണം കൊടുക്കുന്ന രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ട ധർമ്മം ഏറ്റെടുത്ത മാധ്യമങ്ങൾ തന്നെ പലതും ഈ അബദ്ധസഞ്ചാരത്തിലാണ് എന്നതും കേരളത്തിൻ്റെ ഒരു ദുരനുഭവമാണ്. ആരംഭിക്കുന്നു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന മവാസോ എന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി രാവിലെ സംസാരിച്ചതിൻ്റെ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ ആദ്യം നമ്മൾ കേട്ടത്. അവിടെയാണ് മുഖ്യമന്ത്രി പറയുന്നത് വേറിട്ട കാഴ്ചകളെക്കുറിച്ച്. മാധ്യമങ്ങളിൽ നമ്മുടെ യുവാക്കളെക്കുറിച്ച് പലതരത്തിലുള്ള കഥകൾ നിറയുമ്പോഴും കേരളത്തിലെ യുവജന സംഘടനകളിൽ ഏത് തരത്തിലുള്ള ചിന്തയാണ് കടന്നു വരുന്നത് എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇന്ന് തിരുവനന്തപുരത്ത് കാണുന്നത്. അത് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുമ്പോൾ അത് എല്ലാ യുവജന സംഘടനകളെയും നമുക്കതിൽ പെടുത്താനാകുമോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ടതാണ്. അതിൻ്റെ പ്രതിനിധികൾ അതിനെക്കുറിച്ച് പറയേണ്ടതാണ്. ശക്തമായ സമരങ്ങൾ നടത്തി പാരമ്പര്യമുള്ള ഡിവൈഎഫ്ഐയുടെ വേറിട്ട കാഴ്ച സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വേറിട്ട കാഴ്ചകളെക്കാൾ ശ്രദ്ധ ഇപ്പോൾ വരുന്നത് എതിർ വാർത്തകൾക്കാണ് എന്ന് മുഖ്യമന്ത്രി കാണുന്നുണ്ട്. പ്രതിപക്ഷവും മാധ്യമങ്ങളും ഇതൊക്കെ കാണുന്നുണ്ടോ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. എതിരായ പ്രചരണങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നവർ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ എതിർ ശബ്ദങ്ങൾ വരുന്നത് കാണുന്നില്ലേ എന്നുകൂടി മുഖ്യമന്ത്രി ചില ഒളിയമ്പുകളും എഴുതിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ സ്റ്റാർട്ടപ്പ് മേളയുടെ ഉദ്ഘാടന വേളയിൽ കേട്ട ഈ കാര്യങ്ങൾ ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയ്ക്കെടുക്കുകയാണ്. എന്താണ് ഈ വേറിട്ട വഴികൾ? കാണുന്നുണ്ടോ ഈ വേറിട്ട വഴികൾ? അത് പറയാൻ ഇന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് അതിഥികളായി ഉള്ളത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജാണ്. ഒപ്പം കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്കുണ്ട്. ഇടത് നിരീക്ഷകൻ ഡോക്ടർ KP പ്രേംകുമാറും ചർച്ചയിൽ ചേരുന്നു. ഏറ്റവും ആദ്യം VK സനോജിലേക്ക് തന്നെ പോവുകയാണ്. VK സനോജ്, ആദ്യം ചോദിക്കാനുള്ളത് എന്താണ് ഈ മവാസോ എന്നാണ്. മവാസോ സനോജ് തന്നെ എഴുതിയിട്ടുള്ളതുപോലെ അതൊരു ആഫ്രിക്കൻ ഭാഷയിൽ നിന്ന് കടമെടുത്തതാണ്. കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് സനോജ് എന്താണ് പറഞ്ഞു കൊടുക്കുക? തിരുവനന്തപുരത്ത് ഈ മേള നടക്കുന്ന ടാഗോർ തിയേറ്ററിൽ നിന്ന് തത്സമയമാണിപ്പോൾ സനോജ് ഉള്ളത്. പതിവില്ലാത്തൊരു വേഷമാണിത്. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതുപോലെ ഡിവൈഎഫ്ഐ നേതാക്കളെ ഇങ്ങനെയും കൂടി കാണുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. നിങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നിടത്തുണ്ട്, നിങ്ങൾ അഴിമതിക്കെതിരെയുള്ള സമരം നടത്തുന്നിടത്തുണ്ട്, നിങ്ങൾ വർഗീയതയ്ക്കെതിരെ പോരാടുന്നുണ്ട്. ആ ശക്തമായ ഒരു ദൃശ്യഭാഷയിൽ നിന്ന് ഇത്തരത്തിൽ യുവാക്കൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് മേളയുടെ അമരക്കാരനായി നിൽക്കുമ്പോൾ എന്തുണ്ട് പറയാൻ VK സനോജ്? ഒരു യുവജന സംഘടന ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് യുവജന സംഘടനക്ക് ഇത്തരം പരിപാടികളിൽ കാര്യം എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ അവരോടൊക്കെ പറഞ്ഞത് യുവജന സംഘടന ഒരേ സമയത്ത് സമര സംഘടനയാണ്, ഒരേ സമയത്ത് സന്നദ്ധ സേവന സംഘടനയാണ്, സാംസ്കാരിക മേഖലയിൽ ഇടപെടുന്ന സംഘടനയാണ്. ഇങ്ങനെ പല വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് കേരളത്തിൽ ഡിവൈഎഫ്ഐ എന്ന രാജ്യത്ത് ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടന മുന്നോട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ മുന്നോട്ടുള്ള വഴിയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടി കൂടിയാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ മവാസോ എന്ന് പറഞ്ഞാൽ ആശയം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ആഫ്രിക്കയിലെ ഒരു സ്വാഹിലി, പ്രാദേശിക ഭാഷയായ സ്വാഹിലി ഭാഷയിൽ നിന്നാണ് ഞങ്ങൾ ഈ പദം കടമെടുത്തിട്ടുള്ളത്. അങ്ങനൊരു പദം ഒരു പ്രാദേശിക ഭാഷയിൽ നിന്ന് കടമെടുക്കാൻ കാരണം നമ്മൾ ഈ തദ്ദേശീയമായിട്ടുള്ള അറിവുൽപാദനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കുറേ കൂടി പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ അറിവുൽപാദനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കുത്തകവൽക്കരണവും അതുമായി ബന്ധപ്പെട്ട തലത്തിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ
പ്രാദേശികമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ, പ്രാദേശികമായിട്ടുള്ള അറിവുൽപാദനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രാദേശികമായിട്ടുള്ള ഭാഷയിൽ നിന്ന് ഇങ്ങനൊരു പദമെടുത്ത് ഈ ഒരു പേര് ഞങ്ങൾ ഇട്ടിട്ടുള്ളത് എന്നാണ് ആ പേര് സംബന്ധിച്ച് പറയാനുള്ളത്. ഞങ്ങൾ ഈ പരിപാടിയിൽ കൂടി പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ടും വിവിധ ആശയങ്ങളാണ് സ്റ്റാർട്ടപ്പുകളായിട്ട് ആരംഭിക്കുന്നത്. ആശയം എന്ന് പറഞ്ഞാൽ ഇപ്പം പണം കയ്യിൽ വേണമെന്നില്ല. ഇപ്പോൾ മാൻഹോളിൽ കോഴിക്കോട് ഒരു ദുരന്തമുണ്ടായപ്പോഴാണ് ഈ മാൻഹോളിൽ ഇറങ്ങാൻ വേണ്ടി എന്തുകൊണ്ട് മനുഷ്യൻ തന്നെ വേണ്ടി വരുന്നു, അതിന് പകരം മറ്റ് സംവിധാനത്തെക്കുറിച്ച് എന്തുകൊണ്ട് ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്ന ചിന്തയുണ്ടാവുകയും അങ്ങനെയാണ് ജെൻ റോബോട്ടിക് അതുമായി ബന്ധപ്പെട്ട ചിന്ത ഉണ്ടാവുന്നത്. അത് എനിക്ക് തോന്നുന്നു അന്ന് കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് അങ്ങനെ ഒരു ചിന്ത മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ജെൻ റോബോട്ടിക് ഇപ്പം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ് അതിനാവശ്യമായ വലിയ പിന്തുണ കൊടുത്തു. സ്റ്റാർട്ടപ്പ് മിഷൻ അതിനാവശ്യമായ പിന്തുണ കൊടുത്തു. ഇതൊരു ജെൻ റോബോട്ടിക്കിൻ്റെ മാത്രം കഥയല്ല. ഇന്നിപ്പോൾ നേരത്തെ 2016 കേരളത്തിൽ കേവലം 300 സ്റ്റാർട്ടപ്പുകൾ മാത്രമാണ് ഉണ്ടായത്. 2024 എത്തുമ്പോഴേക്ക് 6261 സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ വളരെ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇത്തരം സംരംഭങ്ങൾ, ഇത്തരം സ്റ്റാർട്ടപ്പുകൾ സജീവമായി രംഗത്ത് വരേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഈ ഫെസ്റ്റിവലിൽ ഇത്തരം ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഞങ്ങൾ ഓൺലൈൻ വഴി പിച്ചിങ് കോമ്പറ്റീഷന് അപേക്ഷ വിളിച്ചപ്പോൾ ഏതാണ്ട് 250-ൽ കൂടുതൽ ആളുകൾ വിവിധ ആശയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അപേക്ഷ അയക്കുകയുണ്ടായി. ഇന്നിപ്പോൾ രാവിലെ മുതൽ തുടങ്ങിയ പിച്ചിങ് കോമ്പറ്റീഷൻ ഇപ്പോഴും 4 വേദികളിലായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ റിപ്പോർട്ടർമാർ നേരത്തെ വന്നിരുന്നു, വിവിധ ചാനൽ റിപ്പോർട്ടർമാർ ഇവിടെ വന്നിരുന്നു. അവർ നേരിട്ട് കാണുകയാണ്. ഓരോ പിച്ചിങ് കോമ്പറ്റീഷൻ്റെ വേദിയിലും 100 കണക്കിന് ആളുകൾ രാവിലെ മുതൽ തന്നെ വിവിധ ആശയങ്ങൾ കേൾക്കുന്നു, അവരത് പങ്കുവെക്കുന്നു. അതിനകത്ത് ഏറ്റവും മെച്ചപ്പെട്ട 5 ആശയങ്ങൾക്ക് DYFIയുടെ സംസ്ഥാന കമ്മിറ്റി മവാസോ സംഘാടക സമിതി 50,000 രൂപ വെച്ച് അവർക്ക് നാളെ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. മറ്റൊന്ന്, ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് തിരഞ്ഞെടുത്തുകൊണ്ട് 1,00,000 രൂപയുടെ യൂത്ത് ഐക്കൺ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഇന്ന് മുഖ്യമന്ത്രി നേരത്തെ ഇവിടെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ചെറുപ്പക്കാരുടെ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഉതകുന്ന തരത്തിലാണ് ഇത് തുടരാനുള്ള പരിപാടിയാണോ? ഇത് വർഷം തോറും അങ്ങനെയുണ്ടോ, അതോ ഇതിനെ തുടർന്ന് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഇതിൽ നിന്ന് തന്നെ ഇപ്പം നേരത്തെ സനോജ് ചൂണ്ടിക്കാട്ടിയല്ലോ, ഇതിൽ പല ആശയങ്ങൾ വരുന്നുണ്ട്. ആ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, സഹായിക്കുക എന്നുള്ളത് ഏതർത്ഥത്തിലാണ്? ഒന്നുകൂടെ വിശദീകരിച്ചാൽ. അതായത് ഇവിടെ ഇപ്പം ഞങ്ങൾ ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ നടത്തിയപ്പോൾ 2000-ൽ കൂടുതൽ ആളുകൾ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തു. ഇവരൊന്നും DYFIയുടെ സജീവ പ്രവർത്തകരോ DYFI അല്ലാത്തവരാണ്. അപ്പോൾ ഈ 2000 ആളുകളും കേരളത്തിൽ വളർന്നു വരുന്ന ഈ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തെ അങ്ങേയറ്റം പിന്തുണക്കുകയും വലിയ പ്രതീക്ഷയോടുകൂടി ഈ കാര്യങ്ങൾ കാണുന്നവരുമാണ്. അതുകൊണ്ടാണ് DYFIയുടെ പരിപാടിയിൽ അവരെല്ലാം വന്ന് രജിസ്റ്റർ ചെയ്തത്. ഈ 2000 ആളുകൾക്ക് വിവിധ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ പിച്ചിങ് മത്സരം ഒരു ഭാഗത്ത് നടക്കുന്നു, ഒരു ഭാഗത്ത് വർക്ക്ഷോപ്പുകൾ നടക്കുകയാണ്, ഒരു ഭാഗത്ത് പാനൽ ഡിസ്കഷൻ നടക്കുന്നു, വിജയിച്ച സംരംഭകർ അവരുടെ അനുഭവങ്ങൾ വന്ന് പറയുന്നു. നേരത്തെ ഇവിടെ ജോയ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വളരെ മികച്ച നിലയിൽ ഈ സ്റ്റാർട്ടപ്പ് അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ജോയ് സെബാസ്റ്റ്യൻ നേരത്തെ ഇവിടെ ഈ വിഷയം അദ്ദേഹത്തിൻ്റെ വിജയ വഴികളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം പുതിയ ആളുകൾക്ക് വലിയ ഇൻസ്പിറേഷനാണ്. അപ്പോൾ വിജയ വഴികളെക്കുറിച്ച് പറയുന്നു. ഇപ്പോൾ മാധ്യമങ്ങളുടെ സമീപനത്തെ സംബന്ധിച്ച ഒരു ചർച്ച നേരത്തെ വ്യവസായ മന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് നടക്കുകയുണ്ടായി. തോമസ് ഐസക് പങ്കെടുത്തുകൊണ്ട് വേറെ സെഷൻ ഇപ്പോൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് പാനൽ ഡിസ്കഷൻ നടക്കുന്നു, ഒരു ഭാഗത്ത് വർക്ക്ഷോപ്പുകൾ നടക്കുന്നു, ഒരു ഭാഗത്ത് പിച്ചിങ് കോമ്പറ്റീഷൻ നടക്കുന്നു. ഇങ്ങനെയാണ് ഞങ്ങൾ ഈ പരിപാടി പ്ലാൻ ചെയ്തത്. ഇത് കാണാൻ വരാൻ ആളുകൾക്ക് സാധിക്കുമോ? അവിടെ ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുമോ? എന്തെങ്കിലും എക്സിബിഷൻ നടക്കുന്നുണ്ടോ? അതുപോലെ ഇപ്പോൾ DYFIക്കാർ മാത്രമല്ല ഇതിലേക്ക് രജിസ്റ്റർ ചെയ്തതെന്ന് പറഞ്ഞു. ഈ കാണാൻ വരുന്നവരും ചിലപ്പോൾ കൗതുകമുള്ളവരുണ്ട്. എന്നോട് ചിലർ ചോദിച്ചു, മറ്റു പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ, ഞങ്ങളിത് വന്ന് കാണുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഒരു തമാശക്കാണ് ചോദിച്ചത് അവർ. അല്ല, ഇവിടെ അങ്ങനെ പാർട്ടിയൊന്നുമില്ല. ഇവിടെ എല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾക്ക് വരാം. ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ, സ്റ്റാർട്ടപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും
പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ആളുകളാണ് ഇവിടെ എത്തിയത്. ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, കേരളത്തിൽ ഒന്നും നടക്കില്ല, കേരളത്തിൽ പെട്ടിക്കട പോലും തുടങ്ങാൻ കഴിയില്ല എന്നാണല്ലോ കുറേ കാലമായിട്ട് ഇവിടെ നടക്കുന്ന പ്രചരണം. അപ്പോൾ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൻ്റെ വളർച്ചയിൽ ആഗോളതലത്തിലുള്ള ഒരു ശതമാനം കണക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വളർച്ച സംബന്ധിച്ച് 46% ലോകത്താകെയുള്ള വളർച്ച. പക്ഷേ കേരളത്തിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ 254%. അപ്പോൾ ലോകം 46% നിൽക്കുമ്പോൾ കേരളം 254% നിൽക്കുന്നു എന്ന് ശശി തരൂരിനെ പോലുള്ള ആളുകൾക്ക് പറയേണ്ടി വന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള പുകിലിനെ കുറിച്ച് ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ പറഞ്ഞു. നമ്മൾ നേരത്തെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളൊക്കെ നടത്തിയതാണ്. അപ്പോൾ എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ഞങ്ങൾ ഈ പരിപാടിയുമായി മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവം. ഒരുപാട് ഈ ശശി തരൂരിനെ നിങ്ങൾ പോയി ക്ഷണിച്ചത് ഈ പരിപാടിക്കാണോ? ഈ പരിപാടി കേരളം തീർച്ചയായിട്ടും അതെ, ഈ പരിപാടിക്കാണ് ഞങ്ങൾ ക്ഷണിച്ചത്. ഈ പരിപാടിക്ക് യെസ്, ഞാൻ വരാം. വി കെ സനോജ്, ഞാൻ വരാം. വസന്ത് സിറിയക്ക്, അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് കൂടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, നമുക്കിതിനകത്ത് രാഷ്ട്രീയം വല്ലാതെ പറഞ്ഞ് അടികൂടേണ്ട ഒരു കാര്യമല്ല. പക്ഷേ സ്വാഭാവികമാണ്, കേരളത്തിലെ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ഒരു സംഘർഷം, സംവാദം തന്നെ ആയിരിക്കും ഈ ചർച്ചയിലും ഉണ്ടാകുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നോക്കൂ, മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടന വേദിയിൽ, ഈ മവാസോ ഉദ്ഘാടനം ചെയ്ത വേദിയിൽ പറഞ്ഞതിനെക്കുറിച്ച് ഇപ്പോൾ സനോജ് ചൂണ്ടിക്കാട്ടി. തരൂർ അന്ന് അഭിപ്രായപ്പെട്ട കാര്യമാണ് അവിടെ ഒന്ന് എടുത്ത് പറഞ്ഞത്, റെഫർ ചെയ്തത്. അതായത് കോൺഗ്രസിൻ്റെ ഭാഗത്തുള്ളവർ പോലും, തരൂരിനെ പോലെ ചിന്തിക്കുന്നവർ പോലും കേരളത്തെ ഇന്ന് എങ്ങനെ കാണുന്നു എന്നതിലേക്ക്, കേരളത്തിൽ യുവാക്കൾ ഏത് രീതിയിലേക്കാണ് കാര്യങ്ങളെ സ്വപ്നം കാണുന്നത് എന്നതിലേക്ക്, അവിടെ DYFI പോലൊരു സംഘടന ഒരുക്കിയിരിക്കുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഇന്നത്തെ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. കാണുന്നില്ലേ ഈ വേറിട്ട വഴികൾ വസന്ത്? അല്ല, DYFIയുടെ ഒരു പരിപാടിയെ പറ്റി വിമർശനാത്മകമായി എന്തെങ്കിലും ഈ ചർച്ചയിൽ പറഞ്ഞു പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അവരൊരു പരിപാടി സംഘടിപ്പിക്കുന്നു, നല്ല കാര്യം. യൂത്ത് കോൺഗ്രസ് നാളെ പരിപാടികൾ സംഘടിപ്പിക്കാം, DYFIക്ക് സംഘടിപ്പിക്കാം, ഏത് യുവജന സംഘടനകൾക്കും അത് സംഘടിപ്പിക്കാം. അതിൽ തെറ്റൊന്നുമില്ല, നല്ല കാര്യം. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ വിമർശനാത്മകമായി കാണേണ്ടതായി വരും. അതിനെപ്പറ്റി പറഞ്ഞു പോകാൻ മാത്രമാണ് ഈ ചർച്ചയിൽ ഞാൻ സമയമെടുക്കുക. ഒരിക്കലും DYFI ഒരു പരിപാടി നടത്തിയതിനെ നമ്മൾ വിമർശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അവർ വേറിട്ട കാഴ്ചകളുമായി നല്ല വഴിയിലേക്ക് വന്നാൽ നമ്മൾ അതിനെ ശ്ലാഘിക്കുകയാണ് വേണ്ടത്. നോക്കൂ, അങ്ങയുടെ ചർച്ചയുടെ ടൈറ്റിലും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ തുടക്കഭാഗവും പറയുന്നത് ഇതൊരു വേറിട്ട കാഴ്ചയാണ് എന്നാണ്. സത്യമാണ്. DYFIയെ സംബന്ധിച്ച് സാധാരണ നമ്മൾ ഈ ചുമപ്പൻ നാട എന്ന് പറയുന്നത് പോലെ എല്ലാ സംരംഭങ്ങളുടെ മുമ്പിൽ ചുമപ്പൻ കൊടിയുമായി ഇറങ്ങി നിൽക്കുന്നതല്ലാതെ എവിടെയെങ്കിലും സംരംഭങ്ങളെ സഹായിക്കുന്ന രീതിയിൽ നിലപാട് DYFI സ്വീകരിക്കുന്നത് വേറിട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ മവാസോ എന്ന് പറയുന്ന പരിപാടി നമ്മളെല്ലാവരെയും സംബന്ധിച്ച് വേറിട്ട കാഴ്ച തന്നെയാണ്. DYFI ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് എല്ലാവർക്കും ഒരു കൗതുകം ഉണ്ടാകാം. അത് മുഖ്യമന്ത്രിക്കും ഉണ്ടായി, അങ്ങേക്കും ഉണ്ടായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എനിക്കുണ്ടായി. കാര്യം, ചില DYFI നേതാക്കളെയും കേരളത്തിലെ വലിയ സംരംഭങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു പോകാം. ഒന്ന് കൊച്ചി മെട്രോയാണ്. കൊച്ചി മെട്രോയുടെ സമയത്ത് അന്നത്തെ DYFI നേതാവ്, ഇന്നത്തെ വ്യവസായ വകുപ്പിന്റെ മന്ത്രി, ഈ പരിപാടിയുടെ ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിരുന്ന രാജീവ് എന്താണ് നിലപാട് സ്വീകരിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ഗെയിൽ പൈപ്പ് ലൈൻ ആണ് രണ്ടാമത്തെ പദ്ധതി. ഇതേ DYFI നേതാവ്, ഇതേ രാജീവ്, മണ്ണിനടിയിലെ ബോംബാണ്, ഇതാ ഞങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ സമരം നടത്തുകയും പിന്നീട് മന്ത്രിയായപ്പോൾ അതേ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. മറ്റൊരു DYFI നേതാവ് ഇതേ എറണാകുളത്തു നിന്നുള്ള S. ശർമ്മയാണ്. ഈ ശർമ്മ മുൻപ് MLA ആയിരുന്നു. അദ്ദേഹം കൊച്ചി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ലീഡർ K. കരുണാകരനും അന്നത്തെ സർക്കാർ മുമ്പോട്ട് പോകുമ്പോൾ എന്റെ നെഞ്ചത്തുകൂടി അല്ലാതെ ഇവിടെ വിമാനം എന്ന് പറഞ്ഞ് വലിയ ആവേശത്തോടു കൂടി സമരം ചെയ്ത ആളാണ്. പിന്നീട് അദ്ദേഹം ഇടത് സർക്കാർ വന്നപ്പോൾ ഇടത് സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി സിയാലിന്റെ ബോർഡംഗമായി, ഡയറക്ടർ ബോർഡംഗമായി എന്ന കാഴ്ചയെ നമ്മൾ കണ്ടതാണ്. ഇനി കിൻഫ്ര, ഇൻഫോ പാർക്ക്, ഇങ്ങനെ തുടങ്ങി എത്രയെത്രയോ പദ്ധതികൾ, ആ പദ്ധതികളുടെ എല്ലാം മുമ്പിൽ DYFI ഉണ്ടായിരുന്നു സമരവുമായി. അങ്ങ് കണ്ടിട്ടില്ലേ? അവിടെ നിന്ന് മാറി DYFI ഇതാ സംരംഭങ്ങളെ ഞങ്ങൾ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനെ തീർച്ചയായും സ്വാഗതം ചെയ്യേണ്ടതാണ്. ഞാൻ അതിനെ സ്വാഗതം. പക്ഷേ ഇതിനൊരു മറുവശം കൂടി നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സനോജ് മറുപടി പറയും, നമുക്ക് നോക്കാം. ഇവിടെ ഇതിനൊരു മറുഭാഗം കൂടി ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. അതായത് നിങ്ങളുടെ കേരയിൽ പോലെയുള്ള കാര്യങ്ങൾക്കെതിരെ മറ്റ് വികസന കാര്യങ്ങൾ എന്ത് കേരളത്തിൽ ആര് കൊണ്ടുവന്നാലും ഇപ്പോൾ നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു രീതി, അതിപ്പോൾ ഇവിടെ ആവശ്യമില്ല എന്നുള്ള തരത്തിൽ നിങ്ങൾ കാണിക്കുന്നത് വികസന വിരുദ്ധരാണ് നിങ്ങളെന്ന് ജനങ്ങളെ കൊണ്ട് ഇപ്പോൾ പറയിക്കുന്നൊരു അവസ്ഥ
നേരെ തിരിച്ച് അവർ ഇപ്പോൾ മറ്റൊരു രീതിയിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾ പറയുന്നതും ഞാൻ കണക്കിലെടുക്കുന്നു. അത് അവർ പറയട്ടെ മറുപടി, അതിന് കാരണം എന്താണെന്നുള്ളത്. പക്ഷെ നിങ്ങളിവിടെ മാറിയിരിക്കുന്നു, ഇപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി താഴോട്ടായിരിക്കുന്നു. ഡോക്ടർ ലാൽ, അതിന് ഞാൻ ഉത്തരം പറയാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഒന്ന് ചേർത്തോട്ടെ. മുഖ്യമന്ത്രിയും ഈ ചർച്ചയിൽ സനോജും പറഞ്ഞൊരു കാര്യമുണ്ട്, സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് മുമ്പോട്ട് പോയി. ഇല്ലെന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ കേരളം മുമ്പോട്ട് പോകുന്നു എന്ന് കേൾക്കുന്നത് വലിയ സന്തോഷം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഈ സ്റ്റാർട്ടപ്പുകൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഇന്ന് എവിടെയാണ്? കിൻഫ്രയിലാണ്. കിൻഫ്ര കൊണ്ടുവന്ന ആരാണ്? UDF ആണ്. രണ്ടാമത് ഇൻഫോ പാർക്ക് ആരാ കൊണ്ടുവന്നത്? അക്ഷയ സെന്ററുകളാണല്ലോ ഇതിനെ സഹായിക്കുന്നത്. 6 സംഭാവനയാണ്. ഏറ്റവും ആദ്യം ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്സ് ജിം കേരളത്തിൽ സംഘടിപ്പിച്ച ആരാണ്? UDF ആണ്. അപ്പൊ സ്വാഭാവികമായും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിമാനമാണ്. ഇനി ഡോക്ടർ ലാലിന് അറിയാം, പക്ഷെ സനോജിന് അറിയുമായിരിക്കില്ല. സനോജ്, ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് സ്റ്റാർട്ടപ്പ് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കേരളത്തിലാണ്. 2014 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എന്നാണ് ഗവൺമെന്റിന്റെ പേര്. സ്റ്റാർട്ടപ്പ് പോളിസി ബഡ്ജറ്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ഇന്ത്യയിലെ ഗവൺമെന്റിന്റെ പേരും അതേ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എന്നാണ്. അതും കേരളത്തിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾക്കും അഭിമാനിക്കാം കേട്ടോ. പക്ഷെ വസന്ത് അവിടെയും ഒരു കാര്യം, അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ 300 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്നിടത്താണ് ഇപ്പോൾ അതിൻ്റെ എത്ര മടങ്ങാണ് ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം എന്നുള്ളത് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ കണക്ക്. ഇത് കൂടാതെ ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വേറെയുമുണ്ട്. ഒരുപക്ഷെ വികസനത്തിൻ്റെ അപ്പോസ്തലന്മാരെന്നൊക്കെ പറയുന്ന നഗരങ്ങൾ നമുക്ക് കേരളത്തിന് പുറത്ത് വേറെയുണ്ട്. അവിടെയൊക്കെ കോൺഗ്രസിൻ്റെ അധികാരമുള്ള സ്ഥലങ്ങളുണ്ട് തൊട്ടടുത്ത് തന്നെ. അവിടെയൊക്കെ ഇല്ലാത്ത വളർച്ചയും മുന്നേറ്റവും വിപ്ലവവുമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇന്ന് ഈ DYFIയുടെ നേതൃത്വത്തിൽ യുവാക്കളെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ചർച്ച ചെയ്തൊരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളാണ് തുടങ്ങിയത് എന്ന് പറയുന്നതിലാണോ തർക്കമുള്ളത്? അല്ല ഡോക്ടർ ലാൽ, അതിലൊരു പ്രശ്നമുണ്ട്. അങ്ങ് പറയുന്നത് പോലെ, അങ്ങ് പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇറങ്ങി പോകുമ്പോൾ 300 ശിഷ്ടം സ്റ്റാർട്ടപ്പുകൾ തുടക്കം വിട്ടത് ഞങ്ങൾ തന്നെയാണ് എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇനി ഇപ്പോൾ നിങ്ങൾ പറയുന്ന 6000-ന്റെ കണക്ക് ഞങ്ങളുടെ കണക്ക് അതല്ല. കാര്യം സ്റ്റാർട്ടപ്പ് മിഷന്റെ വെബ്സൈറ്റിൽ പോലും 6000-ന്റെ കണക്കില്ല. ഇനി അങ്ങനെ ആണെന്ന് തന്നെ ഇരിക്കട്ടെ. അതിലേക്ക് എത്തിയതിൽ നിലവിൽ 2 ടേം ഭരിച്ച പിണറായി ഗവൺമെന്റിന് എന്താണ് പങ്കുള്ളത്? കഴിഞ്ഞ ബഡ്ജറ്റിൽ 50.82 കോടി രൂപയാണ് സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി മാറ്റിവെച്ചത്. പിണറായി വിജയൻ ഗവൺമെന്റിന്റെ രണ്ടാം ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ മാറ്റിവെച്ചത് 50.282 കോടി രൂപ. അതിൽ നിന്ന് പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിന്റെ ഭാഗമായി 25 കോടി രൂപ നിങ്ങൾ വെട്ടിക്കുറച്ചു. അതാണോ നിങ്ങൾ സ്റ്റാർട്ടപ്പുകൾക്ക് കൊടുക്കുന്ന സപ്പോർട്ട്? അത് മാത്രമാണോ? സ്റ്റാർട്ടപ്പുകളുടെ ഈ കാലഘട്ടത്തിൽ കേരളം ഭരിച്ചത് ആരാണ്, ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന് നോക്കുമ്പോൾ ഇടയ്ക്ക് നിങ്ങൾ ആരും വന്നിട്ടില്ലല്ലോ. പിണറായി വിജയൻ തന്നെ 2016 മുതൽ ഇങ്ങോട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇടത് സർക്കാരുകളാണല്ലോ 2 തവണയായിട്ട് നിൽക്കുന്നതും. അപ്പോ എന്തായാലും അവരുടെ ക്രെഡിറ്റിലല്ലേ പോകൂ. ഡോക്ടർ ലാൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നിർമ്മലാ സീതാരാമൻ പാർലമെന്റിനുള്ളിൽ ഈ പറയുന്ന മോദിയുടെ മുദ്ര ലോൺ പ്രകാരം എടുത്ത ലോണുകളിലൂടെ വന്ന എല്ലാ ബിസിനസ്സുകളും, പെട്ടിക്കട മുതൽ കോഴിക്കട മുതൽ എല്ലാം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായി കൂട്ടിയപ്പോൾ എന്തിനാണ് ഞാനും അങ്ങുമടങ്ങുന്ന പ്രസ്ഥാനങ്ങൾ അപ്പുറവും ഇപ്പുറവും ഒരു കൈ ഇരുമൈ പോലെ നമ്മൾ പ്രതിഷേധിച്ചത്? അത് പറ്റില്ല എന്ന് പറഞ്ഞത് അല്ല. അതുപോലെയല്ലോ ഇവിടെ ഇപ്പോ ഒരു ലോൺ കൊടുത്തത് സർക്കാരും ബാക്കിയുള്ളവർ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതോ അല്ലല്ലോ. സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് നയം, ആ സർക്കാരിന്റെ കൂടെ നിൽക്കുന്ന സംവിധാനങ്ങളൊക്കെ സ്റ്റാർട്ടപ്പിന് വേണ്ടി നിൽക്കുന്ന ഒരു സംവിധാനം, വ്യവസായ വകുപ്പിൻ്റെ പ്രോത്സാഹനം, മറ്റ് വകുപ്പുകൾ ഇത്തരം രാജ്യാന്തരമായി തന്നെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കേരളത്തിലെ യുവാക്കൾക്ക് മുന്നോട്ട് പോകാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണെങ്കിൽ, ടൂറിസം വകുപ്പാണെങ്കിൽ, ആരോഗ്യ വകുപ്പാണെങ്കിൽ ഒക്കെ എടുക്കുന്ന നയങ്ങൾ, അവരുടെ പരിപാടികൾ, ഇതൊക്കെ ഇതിനോട് ചേർന്ന് നിൽക്കുന്നു. പിണറായി വിജയൻ സർക്കാരാണ്, പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്നത്തെ പരിപാടി പോലും. അല്ല ഡോക്ടർ ലാൽ, അവിടെയാണ് പ്രശ്നം. ഒന്ന് നോക്കൂ, ഇതൊരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. ആ പ്രോസസ്സിന് തുടക്കം കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് അതൊരു വിഷണറിയായ ലീഡർഷിപ്പ് ആയിരുന്നു. ആ ലീഡർഷിപ്പിന്റെ പേരാണ് ഞാൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എന്ന് പറഞ്ഞത്. ഇനി കഴിഞ്ഞ 8 വർഷക്കാലം അല്ലെങ്കിൽ 7 വർഷക്കാലമായി ഞാൻ വ്യക്തമായി പറഞ്ഞല്ലോ, ബഡ്ജറ്റ് അലോക്കേഷൻ പോലും ആ സർക്കാരിന്റെ കാലത്ത് എത്രയും സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി പിണറായി 1ഉം 2ഉം ഗവൺമെന്റുകൾ മാറ്റിവെച്ചിട്ടില്ല. മാറ്റിവെച്ചത് തന്നെ പ്ലാൻ ഫണ്ട് വെച്ച് വെട്ടിക്കുറച്ചു. പിന്നെ എന്ത് സപ്പോർട്ടാണ് സർക്കാർ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ചെയ്തതെന്ന് പറയണം. ശരി, അത് പറയും. അപ്പൊ അവിടെയും ഒരു കാര്യമുണ്ട്, ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് പോവാം. അടുത്ത റൗണ്ടിൽ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ചോദിക്കാനുള്ളത്, പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ യുവജന സംഘടനകൾ എന്ത് ചെയ്യുന്നു, DYFI എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ തുടക്കത്തിലിട്ടത്. ഇവിടെ യൂത്ത് കോൺഗ്രസ് എന്ത് ചെയ്യുന്നു എന്നിടത്ത് ഒരു ചർച്ച വരണ്ടേ? ഈ സർക്കാരിൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകണ്ടല്ലോ. എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് എന്നിടത്ത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്തുണ്ട് പറയാൻ? 2 കാര്യങ്ങൾ. ഒന്ന്,
ഈ സ്റ്റാർട്ടപ്പുകൾ കൂണുകൾ പോലെ ഉണ്ടായി വരുന്നത് ഒരിക്കലും എന്താണ് പറയുന്നത്, കേരളത്തിൽ ഉണ്ടായി വരുന്നതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് ഒരു സർക്കാരിനും അവകാശപ്പെട്ടതല്ല. ഒന്ന്, നമ്മളുടെ മാൻ പവർ, നമ്മളുടെ യൂത്ത് പവർ അത് വലിയതാണ്. സ്വാഭാവികമായ ആശയങ്ങൾ ഉണ്ടാവും. ആ ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നുണ്ട്. ക്രൗഡ് ഫണ്ടിങ് വരുന്നുണ്ട്. അത് എല്ലാ കാലത്തുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇനി അങ്ങ് ചോദിച്ചതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് ചോദിച്ചാൽ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പഴയ യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് അധികാരത്തിൽ ഇരുന്നപ്പോൾ സ്റ്റാർട്ടപ്പ് പോളിസിയും സ്റ്റാർട്ടപ്പ് മിഷനും തർക്കമില്ല വസന്ത്. ഉമ്മൻചാണ്ടിയെ ഞാൻ തർക്കിച്ചില്ല, ഞാൻ പറഞ്ഞില്ല ആ സർക്കാർ അങ്ങനെ ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം എന്ത് ചെയ്യുന്നു? അവർ ഇതുപോലെ ഒരു പരിപാടി എന്തുകൊണ്ട് ആസൂത്രണം ചെയ്യുന്നില്ല? മറ്റെന്തെങ്കിലും പുതിയ ആശയമുണ്ടോ? നിങ്ങൾ ഇതിൽ നിങ്ങളുടെ കൂടെ ഉള്ളവർ പോലും അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ പോലും ഡിവൈഎഫ്ഐയുടെ ഈ സംവിധാനത്തിൽ പോയി രജിസ്റ്റർ ചെയ്തു എന്നാണ് ഞാൻ കേട്ടത്. ഇപ്പോൾ അല്ല, ഞാൻ ചോദിക്കാം, ഡിവൈഎഫ്ഐയുടെ സംവിധാനമല്ലോ ഇത്, സർക്കാർ നേരിട്ട് നടത്തേണ്ട കാര്യമാണ്. അത് ഡിവൈഎഫ്ഐ ഏറ്റെടുത്ത് നടത്തുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇന്നർ സർക്കിൾ, ഇന്നർ സംവിധാനത്തിനുള്ളിൽ പുതിയ ആശയങ്ങളുമായി വരുന്നവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അത് ഞങ്ങൾ കൊട്ടിഘോഷിച്ച് നടത്തേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് അവിടെ ഒരു PR എക്സസൈസിന്റെ സ്കോപ്പില്ല, അതിന്റെ ആവശ്യവുമില്ല. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി കേന്ദ്രത്തിലും സംസ്ഥാനത്തും പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു സ്റ്റാർട്ടപ്പുമായി വരുന്ന ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിമിതികളുണ്ടാവും. അപ്പൊ സ്വാഭാവികമായും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നു. ശരി, അപ്പൊ ഇതിനുവേണ്ടി തയ്യാറായി വരുന്നവരെ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാനെങ്കിലും എന്തെങ്കിലും ചെയ്തുകൂടെ? കുറഞ്ഞ പക്ഷം കേരളത്തിൽ ചില പദ്ധതികൾ വരുന്നതിനെ തടസ്സപ്പെടുത്താതിരിക്കുക. നിങ്ങളുടെ ചില പ്രസ്താവനകൾ ചില മാധ്യമങ്ങൾ പറയുന്നതിനൊപ്പം നിന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനൊപ്പം ചില മാധ്യമങ്ങളിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ, കേരളത്തിൽ ഒന്നും നടക്കില്ല, കേരളം നമ്പർ 1 അല്ല, ഇതാ ശശി തരൂർ പറഞ്ഞതുപോലും കണക്ക് തെറ്റാണ്, അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടാണ്, അദ്ദേഹത്തെ വിലക്കണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ യൂത്ത് കോൺഗ്രസ് ചെയ്ത ഒരു പരിപാടി എന്താണെന്നറിയോ? ഈ ശശി തരൂരിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ പോയത്. ഡോക്ടർ ലാൽ, അതിലൊരു പ്രശ്നമുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി തന്നെ അത് തിരുത്തി. അതായത് ഡോക്ടർ തരൂർ പറഞ്ഞത് പി രാജീവിനെ ഉദ്ധരിച്ചുകൊണ്ടാണ്. പി രാജീവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഡോക്ടർ തരൂർ പറഞ്ഞ എന്താണ്? കേരളം സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ നമ്പർ 1 ആയി. ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗം അങ്ങ് സസൂക്ഷ്മം വീക്ഷിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? നമ്മൾ ബെസ്റ്റ് പെർഫോമറായി. അതിലും തെറ്റുണ്ട്. നമ്മൾ കേരളം ബെസ്റ്റ് പെർഫോമർ അല്ല, ബെസ്റ്റ് പെർഫോമേഴ്സിൽ ബെസ്റ്റ് എന്നല്ല പറഞ്ഞത് സർ, ടോപ്പ് പെർഫോമർ. ടോപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലാണ്, ഏറ്റവും മുകളിലേക്ക് എത്തുന്നു, ഇന്നുള്ളതിൽ വെച്ച് മുകളിലേക്ക് എത്തുന്നു. അതാണ്. ഞാൻ വരാം വസന്ത് മാക്സിമം പറഞ്ഞല്ലോ. വസന്ത് ഒന്നുകൂടി ഞാൻ പറഞ്ഞ ആ യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടികൾ എന്താണെന്ന് കൂടി ഒന്ന് ആലോചിച്ച് വെക്കൂ. ഞാൻ വരാം. ഡോക്ടർ പ്രേംകുമാർ, വലിയൊരു മാറ്റം ആണ് ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളത് ചർച്ച ചെയ്യാതിരിക്കാനാകില്ല. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ മറ്റ് ചാനലുകളൊക്കെ കൗമാരക്കാർ ചിലയിടത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു അവരുടെ പേരിൽ എന്ന് പറഞ്ഞെടുക്കുമ്പോൾ ഞാൻ ഈ കാര്യത്തിലേക്ക് വന്നത്. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പൊലിപ്പിക്കേണ്ടത് ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? കേരളം കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് എന്താണ്? മറ്റു പല പ്രശ്നങ്ങളും ഉള്ളപ്പോൾ അതിനോടൊപ്പം ചേർത്ത് വെച്ച് ഈ കാര്യത്തെ വിട്ടുകളയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് വന്നത്. താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ? കൗമാരക്കാര് മുഴുവൻ കുഴപ്പത്തിലായി, മൊത്തം പ്രശ്നമാണ് എന്ന് പറയുന്നത് അവരുടെ ഇടയിലുള്ള ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടും അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്, അതിനുള്ള റെഡിനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. അത്തരത്തിലുള്ള റെഡിനെസ് ആണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് ഉണ്ടായത് എന്നുള്ളതിലാണ് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ റിലവൻസ്, ഇതിൻ്റെ ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു പ്രാധാന്യം എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം 50 വർഷം മുമ്പെയോ 20 വർഷം മുമ്പെയോ 10 വർഷം മുമ്പെയോ നടത്തിയതുപോലെ ഇനി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ട് ലോകത്തോ ഇന്ത്യയിലോ കേരളത്തിലോ ഒരു യുവജന സംഘടനയ്ക്കോ യുവജനങ്ങളുടെ അല്ലാത്ത സംഘടനയ്ക്കോ നിൽക്കാൻ പറ്റില്ല. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട്, കൃത്യമായി പറഞ്ഞാൽ കോവിഡിന് ശേഷം 2018 ശേഷം ഉള്ള ഒരു 7 വർഷം കൊണ്ട് ലോകത്തുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അതിന് മുമ്പത്തെ 70 വർഷങ്ങളിൽ ഉണ്ടായിട്ടില്ലാത്ത മാറ്റങ്ങളാണ്. സർക്കാർ ജോലി എന്നുള്ളത് ഏറ്റവും വലിയ കാര്യവും, ബിസിനസ്സുകാരനാവുക എന്നുള്ളത് അതിനേക്കാൾ വലിയ കാര്യവും, പ്രൊഫഷണൽ ആവുക എന്നുള്ളത് വലിയൊരു കാര്യവും, അതും വിട്ടിട്ട് ഓൺട്രപ്രീനേഴ്സ് ആവുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ഫാഷൻ. അതും വിട്ടിട്ടിപ്പം സോളോപ്രീനേഴ്സ് ആവുക എന്നുള്ളതാണ് ചെറുപ്പക്കാരുടെ ഡ്രീം. ഒരു സിസ്റ്റത്തിന്റെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന, ആരുടെയും തൊഴിലാളിയല്ലാത്ത, ആരുടെയും മുതലാളിയല്ലാത്ത, ആർക്കു വേണ്ടിയും പണിയെടുക്കാത്ത സോളോപ്രീനേഴ്സിന്റെ അവസ്ഥയിലേക്ക് പോകുന്ന കാലമാണിത്. ആ കാലത്തെ കുട്ടികളോട്, ചെറുപ്പക്കാരോട് രാഷ്ട്രീയം പറയണമെങ്കിൽ, അവരെ മുന്നോട്ട് നയിക്കണമെങ്കിൽ, തൊഴിൽ അല്ലെങ്കിൽ ജയിൽ എന്നുള്ള പഴയ മുദ്രാവാക്യം വിളിച്ചതുകൊണ്ടോ
കേന്ദ്ര അവഗണനയ്ക്കെതിരെ നിരന്തരം സമരം നടത്തിയതുകൊണ്ടോ KSUക്കാരും ഡിവൈഎഫ്ഐക്കാരും ഇപ്പോഴും ചെയ്യുന്നത് പോലെ പോലീസ് ബാരിക്കേഡിന്റെ മുകളിൽ കയറി ഇങ്ങനെ അലറി വിളിച്ചതുകൊണ്ടോ കാര്യമില്ല. യുവാക്കളെ പുതിയ കാലത്ത് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ സാധ്യതകൾ എന്താണെന്ന് അറിഞ്ഞിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള വേദികൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അഥവാ അവർ ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ, നിങ്ങളായിട്ട് പോയിട്ട് അവർക്ക് തടസ്സം ഉണ്ടാക്കാതിരിക്കുകയാണ് വേണ്ടത്. ഡിവൈഎഫ്ഐ ചെയ്യുന്നത് അതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സംഘടിപ്പിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ അതിനകത്തുള്ള സ്പീക്കേഴ്സ് പാനൽ നോക്കിയാൽ അറിയാം. ഓഫ് കോഴ്സ് മുഖ്യമന്ത്രിയും പി രാജീവും മുഹമ്മദ് റിയാസും തോമസ് ഐസൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെയുള്ള പാർട്ടിസിപ്പൻസിന് കൃത്യമായ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഡിവൈഎഫ്ഐ നേതാക്കളോ മന്ത്രിമാരോ അല്ലാത്ത ആളുകളാണ്. ഈ ഇക്കോസിസ്റ്റത്തിൽ ഈ പുതിയ ഡെവലപ്മെന്റൽ എന്താ പറയാ ഒരു ഔട്ട് ബേസ്റ്റിൽ ലീഡ് ചെയ്യുന്ന ആളുകളാണ് കുട്ടികളെ മുന്നോട്ട്, ചെറുപ്പക്കാരെ മുന്നോട്ട് ലീഡ് ചെയ്യിക്കുന്നത്. ഇത്തരത്തിലുള്ള ചേഞ്ച് ഡിവൈഎഫ്ഐ എന്നുള്ള പ്രസ്ഥാനം കുറച്ചു കാലമായിട്ട് നമുക്കത് കാണാൻ പറ്റും. കാരണം വളരെ ലളിതമായിട്ട് നമ്മൾ പറയുന്നതാണ്, 2 ടേം കേരളത്തിലെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്തുകൊണ്ട് തെരുവിൽ പണ്ടൊക്കെ ഡിവൈഎഫ്ഐ നടത്തിയതുപോലുള്ള സമരങ്ങൾ നടത്താൻ പറ്റാത്ത ഒരു അവസരമാണ്. ആ അവസ്ഥയിലുള്ള ഡിവൈഎഫ്ഐ എങ്ങനെ നയിക്കുമെന്നുള്ളതിന് ആ ആങ്സൈറ്റിക്ക് അതിമനോഹരമായ മറുപടികളാണ് കുറെ കാലമായിട്ട് ഡിവൈഎഫ്ഐ ചെയ്യുന്നത്. നമ്മൾ കണ്ടതാണത്. കോവിഡ് കാലത്ത് ആക്രി പെറുക്കിയിട്ട് ലോക റെക്കോർഡിലേക്ക് എത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ കോവിഡ് രോഗികളെ, കോവിഡ് ബന്ധപ്പെട്ട് മരണപ്പെട്ട ആളുകളെ, ഏറ്റവും കൂടുതൽ ആളുകളെ ക്രിമേഷൻ ചെയ്യാൻ സഹായിച്ചത് ഡിവൈഎഫ്ഐ ആയിരുന്നു. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ കൊല ചെയ്യപ്പെടുമ്പോൾ പോലും അതിന്റെ പിറ്റേ ദിവസം മെഡിക്കൽ കോളേജിൽ എന്താ പറയുക, ഉച്ചഭക്ഷണ വിതരണം മുടങ്ങില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ആ സംഘടനയെ മാറ്റി തീർക്കുക ചെയ്തത്. അത് ഈ അടുത്തിടെ ചെയ്ത 2 മനോഹരമായ സ്റ്റെപ്പുകളിൽ രണ്ടാമത്തതാണിത്. ഒന്നാമത്തത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കേരളത്തിലെമ്പാടും പലയിടങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളും ആ ഫെസ്റ്റിവലുകളിലേക്ക് ഒന്നായി ചെറുപ്പക്കാർ പോവുകയും ചെയ്യുമ്പോൾ ഡിവൈഎഫ്ഐ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു. യുവ ഫെസ്റ്റിവലിന്റെ 2nd എഡിഷനാണ് 3 മാസം മുമ്പ് കൊച്ചിയിൽ നടന്നിട്ടുള്ളത്. അതിന്റെയും അടുത്ത സ്റ്റെപ്പാണ്, അതിനും താഴെ പ്രായത്തിലുള്ള കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഈ മവാസോ എന്നുള്ള ആദ്യത്തെ ഫെസ്റ്റിവലിലൂടെ സ്റ്റാർട്ടപ്പുകളുടെ ഫെസ്റ്റിവൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യത്തേതായിരിക്കും ഇത്, ഒരു രാഷ്ട്രീയ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ സ്റ്റാർട്ടപ്പുകളുടെ ഒരു ഉത്സവം നടക്കുക എന്നുള്ളത്. ഇതിനെപ്പറ്റി കോൺഗ്രസിന്റെ പ്രതിനിധിയോ പറയുന്ന കാര്യങ്ങളോട് ഒരു കാരണവശാലും തർക്കിക്കാൻ ഞാനില്ല. സനോജ് ആയിരുന്നാലും അതിന് മെനക്കെടരുത്, അതിന് സമയം കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 1943 ഉമ്മൻചാണ്ടി ജനിച്ചത്, 46 കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്, 47 സ്വാതന്ത്ര്യം കിട്ടിയത്, 56 കേരളം ഉണ്ടായത്, ഇന്റർനെറ്റ് വന്നത് പിന്നെയാണ്. ഇതെല്ലാം ഉമ്മൻചാണ്ടിയുടെ കഴിവുകൊണ്ട് തന്നെയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. 2023 നമ്മളെല്ലാം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടി ഓർമ്മയായത്. അതിനുശേഷം ഇനി അങ്ങോട്ട് ഒരു 60 കൊല്ലക്കാലം കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാവുന്ന സകല കാര്യങ്ങളുടെയും പിന്നിൽ ഉമ്മൻചാണ്ടിയുടെ പ്ലാനിങ് തന്നെയായിരുന്നു എന്ന് അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണ് വേണ്ടത്. പിന്നെ ഇത്തരത്തിലുള്ള പോസിറ്റീവായ കാര്യങ്ങൾ വരുമ്പം സ്വാഭാവികമാണ് മാധ്യമങ്ങൾ അതിനെ വല്ലാതെ ആഘോഷിക്കില്ല. അത് അതിന്റെ മാധ്യമങ്ങളുടെ വളരെ എന്താ പറയാ ജീനിലുള്ളൊരു കാര്യം തന്നെയാണല്ലോ. നിങ്ങൾ തന്നെ പറയുന്നത് പഠിക്കുന്നത് തന്നെയാണല്ലോ. when a man bites dog that's news എന്നാണ്. നിങ്ങൾക്ക് നെഗറ്റീവായ കാര്യങ്ങളും അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെയാണ് വാർത്തകൾ. ഈ ക്യാമ്പിൽ വെച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നാൽ നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട, നാളെ അത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരും. അല്ലാത്ത വാർത്തകൾ മാധ്യമങ്ങൾക്കും താല്പര്യമില്ല, പൊതുവെ ജനങ്ങൾക്കും താല്പര്യമില്ല. പക്ഷേ ഈ വിവരങ്ങളെല്ലാം ആളുകൾ അറിയുന്നുണ്ട്, എല്ലാം ചെറുപ്പക്കാർ അറിയുന്നുണ്ട്. അതിന്റെ തെളിവുകൾ കൃത്യമായിട്ട് കാണാനുമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഈ ദൗത്യം ഏറ്റെടുക്കാനും ഇത്തരത്തിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളുടെ വോയിസ് കൂടെ വളരെ സജീവമായിട്ട് സംഘടനാ സെറ്റപ്പിലേക്ക് സ്വാംശീകരിക്കാനും പറ്റിയാൽ ഡിവൈഎഫ്ഐ ആയിരുന്നാലും യൂത്ത് കോൺഗ്രസ് ആയിരുന്നാലും മുസ്ലിം യൂത്ത് ലീഗ് ആയിരുന്നാലും ഈ ചേഞ്ച് ഉൾക്കൊള്ളുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. യുവയുടെ 2ാമത്തെ എഡിഷൻ കഴിയുമ്പോഴേക്ക് മലപ്പുറത്ത് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുകയുണ്ടായി എന്നുള്ളത് വളരെ പോസിറ്റീവായ കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. യൂത്ത് ലീഗിനും യൂത്ത് കോൺഗ്രസിനും ഡിവൈഎഫ്ഐക്കും എന്താ പറയാ സാമൂഹ്യ ഈ ദുരന്ത മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള സന്നദ്ധ സംഘടനകളുണ്ട്. ഇപ്പോൾ അത്തരത്തിൽ ഈ സ്റ്റാർട്ടപ്പ് സാധനവും ഈ സംഘടനകളൊക്കെ ഏറ്റെടുത്തേ മതിയാവുള്ളൂ. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ അതിന് ഉത്തരവാദിത്വം ഡിവൈഎഫ്ഐക്ക് തന്നെയാണ്. അത് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ വളരെ വളരെ സന്തോഷമുണ്ട്. 10ാം ക്ലാസ് പഠിക്കുന്ന ആ പെൺകുട്ടി മുതൽ ഞാൻ എഴുതി 80 വയസ്സാവുന്ന ഏറ്റവും ചെറുപ്പക്കാരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ
ഈ പരിപാടിയിൽ പ്രഭാഷണം നടത്തുന്നുണ്ട്. അത് വരാനിരിക്കുന്ന 25 വർഷത്തിനപ്പുറം നമ്മൾ സ്വപ്നം കാണുന്ന ഒരു കേരളത്തിന്റെ സൃഷ്ടിയിലേക്കുള്ള മനോഹരമായ ഒരു ചുവടുവെപ്പാണ്. വി.കെ. സനോജ്, അതായത് ഇത് രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്, ഈ കാലഘട്ടത്തിൻ്റെ ഡിവൈഎഫ്ഐക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള രാഷ്ട്രീയമാണ് എന്ന് തന്നെ പറഞ്ഞുകൂടെ? അപ്പോൾ തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം ഞങ്ങൾ സാംസ്കാരിക മേഖലയിലെ നിരവധിയായ പ്രശ്നങ്ങൾ അതിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? അതിനെ അഡ്രസ്സ് ചെയ്യുന്ന സമരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ഇന്ത്യക്ക് പുറത്തുമുള്ള നിരവധിയായ എഴുത്തുകാരെയെല്ലാം അണിനിരത്തിക്കൊണ്ട് കൊച്ചിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള യുവധാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്. കക്ഷി രാഷ്ട്രീയത്തെ അതീതമായ എല്ലാ വിഭാഗം ആളുകളെയും അതിനകത്ത് പങ്കെടുക്കുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു. അത് വലിയ പരിപാടിയായിരുന്നു. അപ്പം അതുപോലെ തന്നെയാണ് ഈ കാലത്ത് സ്റ്റാർട്ടപ്പിൻ്റെ ഇക്കോസിസ്റ്റത്തിൽ ലോകത്ത് കേരളം എന്ന് പറഞ്ഞാൽ LDFൻ്റെയോ DYFൻ്റെയോ അല്ലല്ലോ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വസന്തൻ്റെ ഉൾപ്പെടെയല്ലേ കേരളം. ആ തിരിച്ചറിവ് ശശി തരൂരിനെ പോലെയുള്ള ലോകം കണ്ട ആളുകൾക്ക് ഉണ്ടാവുമ്പോൾ വസന്തനെ പോലുള്ള ആളുകൾ അത് കാണുന്നില്ല. കാരണം അങ്ങേയറ്റം ഇടുങ്ങിയ മനസ്സുമായിട്ടാണ് ഇതിനെല്ലാം സമീപിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? കണ്ണടച്ചിരുട്ടാക്കി എന്ത് ചെയ്യാൻ പറ്റും? വസന്ത് ഈ ചർച്ചയിൽ എത്ര പച്ച കള്ളമാണ് പറഞ്ഞത്? എത്ര കാലമായി ഇവർ ഈ കള്ളം പറയാൻ തുടങ്ങിയിട്ട്? ഇവർ പറയുന്ന ഒന്നാമത്തെ കള്ളം എന്താ? ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന കാര്യം എന്താ? നമ്മൾ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തു എന്ന്. കമ്പ്യൂട്ടറിനെതിരായിട്ട് CPMോ DYFയോ സമരം ചെയ്തിട്ടുണ്ടോ? കമ്പ്യൂട്ടറിനെതിരായ സമരമല്ല. കമ്പ്യൂട്ടർവൽക്കരണം തൊഴിൽ മേഖല ഉണ്ടാകുന്ന ആശങ്ക സംബന്ധിച്ച് ആ കാലത്തെ തൊഴിലാളി സംഘടനകൾ, ഇടത് സംഘടനകളും കോൺഗ്രസ് അനുകൂല സംഘടനകളും എല്ലാം സമരം ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത സമരത്തിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരണോ? വസന്തിന് കാണിച്ചു തരണോ? പക്ഷെ ഞങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉമ്മൻചാണ്ടി കമ്പ്യൂട്ടറിനെതിരായി അല്ലെങ്കിൽ കോൺഗ്രസിന് കമ്പ്യൂട്ടറിനെതിരായി സമരം ചെയ്ത പാർട്ടിയാണെന്ന് പറയുന്നുണ്ടോ? അങ്ങനെയല്ല. അത് അവിടെയുള്ള തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ആശങ്ക ഉയർന്നപ്പോൾ ആ ആശങ്ക അഡ്രസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആ മേഖലയിലെ തൊഴിലാളി സംഘടനക്കാണ്. ആ തൊഴിലാളി സംഘടനകൾ നടത്തുന്ന സമരത്തെ ചിലപ്പോൾ സന്ദർശിക്കും, ആ സമരത്തെ ചിലപ്പോൾ അനുകൂലിച്ചെന്ന് വരും. അത് കമ്പ്യൂട്ടറിനെതിരായിട്ട് നിലപാടാണെന്ന് വ്യാഖ്യാനിക്കാൻ പോയാൽ എവിടെ എത്തി നിൽക്കും? ഇതൊക്കെ വില കുറഞ്ഞ തരംതാണ ചർച്ചയാണ്, വാദമാണ് എന്ന് പ്രേക്ഷകർ വിലയിരുത്തട്ടെ എന്ന് മാത്രമേ ആ കാര്യത്തിൽ പറയാനുള്ളൂ. അതിനൊന്നും അധികം സമയമെടുത്ത് മറുപടി പറയുന്നില്ല. മറ്റൊരു കാര്യം, P. രാജീവിനെ കുറിച്ച് കുറേ കാലമായി ഇവർ പ്രചരിപ്പിക്കുന്ന 2 കള്ളക്കഥകളാണ്. അതൊക്കെ എത്രയോ തവണ പൊളിഞ്ഞുപോയ വാദമാണ്. ഈ വസന്ത് ഇതൊന്നും കാണുന്നില്ല എന്നാണ് തോന്നുന്നത്. വസന്ത് അത്യാവശ്യം സോഷ്യൽ മീഡിയയൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിച്ച് നോക്കണം എന്നാണ്. ഞാൻ ഈ ചർച്ചയുടെ അവതാരകനായിട്ടുള്ള ലാലിനെ പാർലമെൻറ്റ് രേഖ അയച്ചു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യത്തിനകത്ത് പറയാനുള്ളത്, മെട്രോക്കെതിരായ സമരത്തിൽ രാജീവ് പങ്കെടുത്തു എന്നാണ്. മെട്രോക്കെതിരായ സമരത്തിലല്ല, മെട്രോ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ പാർലമെൻറ്റിന് മുന്നിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നടത്തിയിട്ടുള്ള സമരത്തിൻ്റെ, ഇടതമ്പിമാർ നടത്തിയ സമരത്തിൻ്റെ ചിത്രം, അതിൽ P. രാജീവ് MP ഉണ്ട്. പാർലമെൻറ്റിൽ രാജീവ് MP ഉന്നയിച്ച കാര്യം സംബന്ധിച്ച രേഖ, പാർലമെൻറ്റ് രേഖ ഞാനിപ്പം അവതാരകന് അയച്ചു കൊടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ സ്ക്രീനിൽ അത് വലുതായി പ്രദർശിപ്പിച്ച് വസന്തിനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അധ്യക്ഷനായിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ചു. മെട്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയാണ്. അപ്പോൾ മെട്രോയ്ക്ക് വേണ്ടി സമരം ചെയ്ത ഒരാളെ ഈ കാലത്ത് തന്നെ മെട്രോയ്ക്കെതിരായി സമരം ചെയ്ത ആളെന്ന് ചിത്രീകരിച്ചിട്ട് എങ്ങനെയാണ് പോകാൻ കഴിയുന്നത്? മറ്റൊന്ന് പറഞ്ഞത് മറ്റേ ഗെയിൽ പൈപ്പ് ലൈൻ അല്ലേ, എത്ര കാലമായി നിങ്ങൾ പറയുന്നത്? P. രാജീവ് എന്താ ഭൂമിക്കടിയിലെ ബോംബ് ഇതിനെതിരായിട്ട് സമരം ചെയ്തു. അങ്ങനെ ഒരു സമരത്തിലും രാജീവ് പങ്കെടുത്തിട്ടില്ല. രാജീവ് പങ്കെടുത്ത സമരം എന്താണ്? ഈ ഗെയിൽ പൈപ്പ് ലൈൻ ഇട്ട സ്ഥലമുടമകൾ അതിൻ്റെ അലൈൻമെൻറ്റ് സംബന്ധിച്ച്, അതിൻ്റെ നഷ്ടപരിഹാരം സംബന്ധിച്ച്, അതിനകത്തെല്ലാം നേരത്തെ ആശങ്ക ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെ കാലത്തുള്ള നഷ്ടപരിഹാരത്തേക്കാൾ കൂടുതൽ നഷ്ടപരിഹാരം ഇടതുപക്ഷ ഗവൺമെൻറ് വന്നപ്പോൾ കൊടുത്തിട്ടുണ്ട്. നഷ്ടപരിഹാരം കൂടുതൽ വേണമെന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ അതിന് കൂടെ സഭയായിട്ട് നിൽക്കുമല്ലോ. കൂടുതൽ ജനവാസ പ്രദേശങ്ങളിൽ കൂടിയുള്ള അലൈൻമെൻറ്റ് മാറ്റിയിട്ട് പുതിയ അലൈൻമെൻറ്റ് വേണം എന്ന ആവശ്യം ജനങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിന് കൂടെ വന്നിട്ടുണ്ട്. അല്ലാതെ ഗെയിൽ പൈപ്പ് ലൈൻ വേണ്ട എന്ന നിലപാടായിരുന്നില്ല. ഗെയിൽ പൈപ്പ് ലൈൻ വേണം എന്ന് കൃത്യമായ നിലപാട് സ്വീകരിച്ച മുന്നണി പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, CPM ആണ്. K. സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ ഒരു നേതാവ് ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. BJP സംസ്ഥാന അധ്യക്ഷൻ പിണറായി ഗവൺമെൻറ് വന്ന ഉടൻ തന്നെ അദ്ദേഹം ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ ഓർമ്മിപ്പിക്കണം അത്. അപ്പോൾ ഇതൊന്നും ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് നടക്കാൻ പോകുന്നില്ല, ഇടതുപക്ഷത്തെ കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ പല പദ്ധതികളും നടന്നു വന്നപ്പോൾ കല്ല് വെച്ച നുണകൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയാണ്. ഇതിനൊന്നും
കേരളത്തിലെ ജനങ്ങൾ വീണു പോകുന്ന പ്രശ്നമില്ല. വി. കെ. സനോജ്, അതിന്റെ മറുപടിയിലേക്ക് ഒന്ന് പോയിട്ട് വരാം, അതിലേക്കൊന്ന് പോയിട്ട് വരാം. സനോജ്, നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവാം, എന്നിട്ട് നമുക്ക് ഈ മവാസോയിലേക്ക് വീണ്ടും തിരിച്ചു വരേണ്ടതുണ്ട്. വസന്ത്, ഇപ്പോൾ സനോജ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഒപ്പം സനോജ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് പി രാജീവ് പാർലമെൻറ്റിൽ കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി വാദിച്ച ഒന്നിലേറെ സന്ദർഭങ്ങളെക്കുറിച്ചുള്ള രേഖയാണിത് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ളത്. അതൊക്കെ പറയുമ്പോൾ നമ്മൾ ആ രേഖകളും കൂടി നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങ് അടച്ച ഒരു ഒഴുക്കിനങ്ങ് പറഞ്ഞു പോവുക, ഇതിനെയൊക്കെ എതിർത്ത ആളാണ് രാജീവ് എന്നൊക്കെ പറയുക എന്നൊക്കെ പറയുന്നത് ശരിയായ കാര്യമല്ല. അത് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സനോജ് പറഞ്ഞത് ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയമാണ് അപ്പോൾ ഡിവൈഎഫ്ഐ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ വീണ്ടും എൻ്റെ ചോദ്യം ഇതാണ്, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ കേരള ഘടകം എന്ത് രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദ്യം. അല്ല, ഞാൻ ഉത്തരം പറയാം. ഒന്ന്, ശ്രീ സനോജ് എന്നോട് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അങ്ങ് ശ്രദ്ധയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എതിർ പാനലിസ്റ്റുകൾ പറയുന്നത് എന്താണെന്നെങ്കിലും അങ്ങ് ശ്രദ്ധിച്ചാൽ നന്നാവും. കാര്യം ഞാൻ ഈ നിങ്ങളുടെ കമ്പ്യൂട്ടർ സമരത്തെ പറ്റി അങ്ങ് പറഞ്ഞ അഭിപ്രായം തന്നെയാണ് എനിക്ക് ഉള്ളതെങ്കിൽ പോലും എൻ്റെ ആദ്യ പ്രാരംഭഘട്ടത്തിൽ ഞാനത് പറഞ്ഞിരുന്നില്ല. ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഗെയിൽ സമരത്തെ പറ്റിയും കൊച്ചി വിമാനത്താവളം സമരത്തെ പറ്റി, കിൻഫ്ര സമരത്തെ പറ്റി, ഇൻഫോ പാർക്ക് സമരത്തെ പറ്റിയൊക്കെ ആയിരുന്നു. അതിനെപ്പറ്റി അങ്ങ് ഉത്തരം പറഞ്ഞു പോയാൽ മതി. ഇനി അല്ല, അതുകൊണ്ട് താങ്കൾ പറഞ്ഞതിനകത്ത് കൊച്ചി മെട്രോയും ഇതൊക്കെ വരുന്നുണ്ട്. ശ്രീ ഡോക്ടർ ലാൽ, എന്റെ ഉത്തരമാണ്. നോക്കൂ, അദ്ദേഹം പറഞ്ഞത് ഒന്ന്, ഈ ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ പൈസ കൂടുതൽ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് CPM സമരം ചെയ്തത്. അതിലൊരിടത്തും രാജീവ് ഉണ്ടായിരുന്നില്ല. രാജീവില്ലായിരുന്നു. പി രാജീവ് സമരം ഉദ്ഘാടനം ചെയ്തു ഡൽഹിയിൽ. ഈ സമരത്തിന്റെ ഫ്രണ്ടിൽ പി രാജീവിന്റെ കൈ തന്നെ പിടിച്ചിരിക്കുന്ന ബാനറിൽ എഴുതിയിരിക്കുകയാണ്, നോ ഗാംബ്ലിംഗ് വിത്ത് അവർ ലൈഫ്സ്, പൈപ്പ് ലൈൻ ബോംബ് ത്രൂ പോപ്പുലർ ഏരിയാസ്. അതായത് പൈപ്പ് ലൈൻ ബോംബ് എന്ന് വെച്ചാൽ എന്താ സനോജ്? ഒന്നെങ്കിൽ പി രാജീവിന് ഇംഗ്ലീഷ് അറിയുമായിരുന്നില്ല, അതുകൊണ്ട് അദ്ദേഹം ആ ബാനർ കണ്ടപ്പോ അറിയാതെ പിടിച്ചതാണ് എന്ന് പറയണം. അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന സമരത്തിൽ അദ്ദേഹം പിടിച്ചിരിക്കുന്ന ബാനറിൽ എഴുതി വെച്ചിരിക്കുന്നത് പൈപ്പ് ലൈൻ ബോംബാണ്. വസന്ത്, ഈ കാര്യങ്ങളൊക്കെ ഓരോ കാലഘട്ടത്തിലും എന്ത് പശ്ചാത്തലത്തിലാണ് സമരങ്ങൾ നടന്നതെന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ കാര്യം പറഞ്ഞല്ലോ, കമ്പ്യൂട്ടറിനെതിരെ അല്ല സമരം, കമ്പ്യൂട്ടർ മൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന അന്നത്തെ സാഹചര്യത്തെ നിങ്ങൾ ഉൾപ്പെടെ എതിർത്തിട്ടുണ്ട് എന്നുള്ള ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ വേണമെങ്കിൽ അയച്ചു തരാമെന്ന് നേരത്തെ സനോജ് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും ഇത്തരം സമരങ്ങൾക്ക് അതിൻ്റെതായ പ്രാദേശികവും സമയവും കാലവും വെച്ചുള്ള പ്രത്യേകതകൾ ഉണ്ടാകും. അത് വെച്ചിട്ടാണോ നിങ്ങളിപ്പോൾ ആ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടാണോ നിങ്ങൾ ഇപ്പോൾ സമരം ചെയ്യാൻ പോകുന്നത്? ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് CPM-നെ എതിർക്കുന്നത്, പിണറായി വിജയൻ സർക്കാരിനെ എതിർക്കുന്നത് ഈ കാര്യങ്ങൾ വെച്ചിട്ടാണോ? ഡോക്ടർ ലാൽ, അങ്ങനെയല്ല കാര്യം. ഞാൻ പറഞ്ഞത് ഇത് പൈപ്പ് ലൈൻ ബോംബാണ് എന്ന് പറഞ്ഞത് അത് രാജീവായിരുന്നു എന്നാണ്. പക്ഷെ അത് തെറ്റാണ് എന്നാണ് സനോജ് സമർത്ഥിക്കാൻ ശ്രമിച്ചത്. അങ്ങനെയല്ല. അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ഗെയിൽ സമരത്തിന്റെ ഫ്രണ്ടിൽ പിടിച്ചിരിക്കുന്ന ഫ്ലെക്സിൽ തന്നെ നേരത്തെ സനോജ് പറഞ്ഞതുപോലെ ഇതും പ്രേക്ഷകർ വിധിക്കട്ടെ. പി രാജീവ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. പി രാജീവ് അങ്ങനെ ഒരു വാചകം പറഞ്ഞതായി നിങ്ങൾക്ക് തെളിയിക്കാനുണ്ടോ? തെളിയിച്ചല്ലോ, രാജീവ് അങ്ങനെ പറഞ്ഞോ? ഉദ്ഘാടനം ചെയ്യുന്ന ഇതിനു മുമ്പിൽ അദ്ദേഹം തന്നെ പിടിച്ചിരിക്കുന്ന ബാനർ എന്താ? അതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത്? പി രാജീവാണ് ഗെയിൽ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്തതെന്ന് സനോജ് പറഞ്ഞാൽ അത് ശരിയാണ്. സർക്കാർ വന്നതിന് ശേഷം, അതിനു മുമ്പ് അതിന് പൂർണ്ണമായും അതുമായി ബന്ധപ്പെട്ട് സ്ഥലം നഷ്ടപ്പെടുന്നവരൊക്കെ പറയുന്ന മുദ്രാവാക്യങ്ങൾ, അത് ഉദ്ഘാടനം ആ സമരത്തിൽ പങ്കെടുത്ത് അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവിടെ ചെന്ന് അതെല്ലാം ഏറ്റുപിടിക്കുന്നു, അങ്ങനെ പറയുന്നു, അവരുടെ മുദ്രാവാക്യമാണ് എന്ന് പറയേണ്ടതുണ്ടോ? അങ്ങനെ അവർ പറയുന്നുണ്ടോ? ഡൽഹി അല്ല, അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ മുമ്പിലേക്കാണോ ഇംഗ്ലീഷ് ഫ്ലെക്സ് ബോർഡുമായി പോകുന്നത്? ഞാൻ കാണിച്ച ഡൽഹിയിൽ നടക്കുന്ന CPM-ന്റെ സമരമാണ്, ഡൽഹിയിൽ നടന്ന സമരമാണ്. ആ സമരത്തിലാണ് ഇത് പൈപ്പ് ലൈൻ ബോംബാണ് എന്ന ഫ്ലെക്സ് പിടിക്കുന്നത്. പൈപ്പ് ലൈൻ ബോംബാണ് എന്ന നിലപാട് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ എന്ന് പറഞ്ഞാൽ മതി. ആ പ്രശ്നം കഴിഞ്ഞു. ഗെയിലുമായി ബന്ധപ്പെട്ട് ഇത് പൈപ്പ് ലൈൻ ബോംബാണ് എന്ന നിലപാട് ഇപ്പോഴും CPM-നും DYFI-ക്കും ഉണ്ടോ എന്ന് പറഞ്ഞ പ്രശ്നം കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ ഞാൻ രേഖ കാണിച്ചു. അല്ല വസന്ത്, ശരി, ആ കാര്യം സനോജ് പറയട്ടെ. അപ്പോഴും എൻ്റെ ചോദ്യം അവിടെ കിടക്കുന്നുണ്ടല്ലോ. നിങ്ങളിപ്പോ ഈ പറയുന്ന ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഈ കാലഘട്ടത്തിൽ എടുത്തു പറയാൻ വേണ്ടി, ആളുകൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി, ഒരു ദിവസത്തേക്കെങ്കിലും ചർച്ച ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു പരിപാടി നടത്തുന്നുണ്ടോ? ഈ യുവാക്കളെ ഒന്ന് അവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി, അവരെ ഒന്ന് ഉത്ബുദ്ധരാക്കാൻ വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ നേരത്തെ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞു കേട്ടല്ലോ,
എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സ്കൂൾ കുട്ടികളെ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടി DYFI ഇപ്പോൾ ചെയ്യുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവരൊക്കെ ഇപ്പോൾ ഏത് തരത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ പല രീതിയിൽ ഇവിടെ നിന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നുണ്ടല്ലോ. ഈ യുവാക്കളൊക്കെ വഴിതെറ്റിപ്പോകുന്നതിനെ കുറിച്ചൊക്കെ ഇവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ, അവരുടെ ആശയങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ, അവരെ ഒന്ന് എൻ്റർപ്രണേഴ്സ് ആക്കാൻ, അല്ലെങ്കിൽ അവർ സോളോപ്രണേഴ്സിൻ്റെ കാലത്താണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ ആ ആശയങ്ങളൊന്ന് മൊബിലൈസ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഡോക്ടർ ലാൽ, ഞാനത് വിട്ട് പറഞ്ഞുതരാം. ഒന്ന്, ഇപ്പൊ DYFIയുടെ പരിപാടി പറഞ്ഞത്, ഒന്ന് എറണാകുളത്ത് നടന്ന യുവതാരയുടെയും കൂടെ സംഘാടനത്തിൽ നടന്ന DYFIയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റ് ആണ്. അതേ പരിപാടി തന്നെയാണ് ഇവിടെയും പ്രിയദർശിനി പബ്ലിക്കേഷന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് KPCC ഓഫീസിൽ നടന്നത്. അതേ രീതിയിൽ തന്നെയാണ് നടന്നത്. ഇവിടെ യുവതാരയും DYFIയും ആണെങ്കിൽ അവിടെ പ്രിയദർശിനിയും പബ്ലിക്കേഷൻസും യൂത്ത് കോൺഗ്രസും ഒരുമിച്ചാണ്. ഇനി നാടൊട്ടുക്കും DYFI പോലെ തന്നെ സൗജന്യ ആംബുലൻസ് സേവനവും ഡയാലിസിസ് പ്രവർത്തനവും ഒക്കെയായി തന്നെ യൂത്ത് കോൺഗ്രസും കളത്തിലുണ്ട്. അത് ഡോക്ടർ പ്രേംകുമാറും അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഒരിടത്തും ലോറിയിൽ കഞ്ചാവ് കൊണ്ടുവന്നതിന്റെ പേരിൽ പിടിക്കപ്പെടുന്നില്ല. ഞങ്ങളുടെ ആരെയും MLA മക്കളെ പ്രതി ചേർത്തിട്ട് പിന്നീട് വെറുതെ വിടുന്നില്ല. ഞങ്ങൾ ആരും വസന്ത് വെറുതെ നമ്മൾ ആ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകണ്ടെന്നാണ് ഞാൻ വെച്ചത്. നിങ്ങളുടെയൊക്കെ യൂത്ത് ആയിട്ടുള്ള ആളുകളുടെ സ്റ്റുഡൻസിന്റെ ഒക്കെ ക്യാമ്പുകളിലൊക്കെ, സ്റ്റുഡൻസ് യൂണിയന്റെ ഒക്കെ ക്യാമ്പുകളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതല്ലേ. വെറുതെ കഞ്ചാവ് പിടിച്ചത് 5 കിലോ കഞ്ചാവ് സംസ്ഥാന സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് തിരുവനന്തപുരത്ത് SFI അല്ല, 6 മാസം മുമ്പാണ് തിരുവനന്തപുരത്ത് SFIയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടക്കുന്നു. ശരി, അതിനുശേഷം ആ ക്യാമ്പയിനിൽ പ്രസംഗിക്കാൻ വന്ന ആള് തെരുവിൽ അതിനൊരു മറുപടി പറഞ്ഞിട്ട് എനിക്ക് പ്രേംകുമാറിലേക്ക് പോവാം. സനോജ്, മറുപടി. യഥാർത്ഥത്തില് ഈ കഞ്ചാവിന്റെ ഒക്കെ വിഷയത്തിൽ നമുക്കറിയാം, ഒരു സംഘടനയുടെയും അറിവോടുകൂടി ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ നടക്കില്ല. ഈ വസന്ത് പറയുന്ന പോലെയുള്ള വാദങ്ങൾ ഉന്നയിക്കപ്പെടാൻ ഞാൻ നിർബന്ധിക്കപ്പെട്ടാൽ 100 കണക്കിന് പേര് ഞാൻ പറയും. വസന്തേ, വെറുതെ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ധീരജ് വധക്കേസിലെ ഒരു പ്രതിയുണ്ട്, KSUവിൻ്റെ ഇടുക്കിയിലെ ജില്ലാ സെക്രട്ടറി. അയാൾക്കെതിരായിട്ട് മാള പോലീസ് സ്റ്റേഷനിലുള്ള കേസ് എന്താ അറിയോ? വാഹന മോഷണം നടത്തിയിട്ട് ഉള്ള കേസാണ് അവിടെ ഉള്ളത്. ഞാൻ പറയും, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി 5 കിലോ കഞ്ചാവുമായിട്ടാണ് കഴിഞ്ഞ ദിവസം പിടിച്ചത്. KSUക്കാരനെ പിടിച്ചിട്ടില്ലേ? ഞാനിതൊക്കെ യഥാർത്ഥത്തിൽ ഇത്തരം ലഹരിക്കെതിരായിട്ട് എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്ന് സമരം ചെയ്യേണ്ട സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച വഴിതിരിച്ചു വിടുന്നത് യഥാർത്ഥത്തിൽ കഞ്ചാവ് ലഹരി മാഫിയ സംഘങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ്. ഈ MM ഹസനും VD സതീശനൊക്കെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഞ്ചാവ് ലഹരി മാഫിയ സംഘങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എല്ലാം ആൾ SFIയും DYFIയും ആണ് എന്ന് ആരുടെയോ കൊട്ടേഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ പ്രചരണമായി ഇപ്പോൾ ഈ ചർച്ചയിൽ വന്നിട്ട് വസന്തം പറയുന്നത് അല്പമെങ്കിലും ബോധമുള്ള ആരെങ്കിലും പറയുമോ? അങ്ങനെ വലിയ ഒരു മഹാ കെടുതിയല്ലേ ഇത്. അപ്പം ഇതിനെതിരായിട്ട് അതിശക്തമായ നിലയിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് സമരം നടത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഈ സമരത്തിൻ്റെ ഈ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്നേ യൂത്ത് കോൺഗ്രസിൻ്റെ അനുഭാവി കഞ്ചാവുമായി പിടിച്ചിട്ടുണ്ടല്ലോ, യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കഞ്ചാവ് സംഘടനയാണെന്ന് ഞങ്ങൾ പറയില്ല. ഞങ്ങൾക്ക് പറയണമെങ്കിൽ 100 കണക്ക് ഉദാഹരണമുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അത്തരം ആരോപണങ്ങൾ നടത്തിയിട്ട് യഥാർത്ഥ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുകയാണോ വേണ്ടത്? നിങ്ങൾ ആലോചിക്കേണ്ടത് വയലൻസ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് പോകുന്നു. 10ാം ക്ലാസ്സിലെ കുട്ടികൾ തമ്മിൽ സംഘർഷത്തിലേർപ്പെട്ട് ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുന്ന സമയത്താണ് ഇത്തരം ചർച്ചകൾ നടക്കുന്നത്. എന്താ ഇതിൻ്റെ അടിസ്ഥാനം? അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് എല്ലാ യുവജന സംഘടനകളും ഒറ്റക്കെട്ടായി സമരരംഗത്ത് നിൽക്കേണ്ട ഒരു സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത് ആരെ സഹായിക്കാനാണ് എന്ന് പ്രേക്ഷകർ വിലയിരുത്തും. ശരി, ഞാൻ വരാം. ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോൾ വസന്ത് ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ വരാം സനോജ്. വസന്ത് ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു 10 വർഷം മുമ്പ് DYFIക്കെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ CPM-നെതിരെ കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ ഇന്നും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനപ്പുറം എന്താണ് ക്രിയാത്മകമായി ഈ സമൂഹത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ വസന്തിന് അത് പറയാനില്ലാത്തതിൻ്റെ ജാള്യതയാണോ ഈ കാണുന്ന തർക്കം എന്നെനിക്ക് സംശയമുണ്ട്. താങ്കൾക്ക് എന്താ തോന്നുന്നത്? അല്ല, അതിൽ ഞാൻ ഡോക്ടർ ലാലിനെയാണ് കുറ്റം പറയാം. നിങ്ങൾ വസന്തിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് യൂത്ത് കോൺഗ്രസ് ഇപ്പൊ എന്താണ് DYFIനെ പോലെ ചെയ്തത് എന്ന് ചോദിക്കുന്നത് ശരിയല്ല. ചോദ്യത്തിലാണ് കുഴപ്പം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാന്നുള്ളത് നിങ്ങളുടെ ചോദ്യമാണ് തെറ്റെന്ന് പണ്ട് പറഞ്ഞതുപോലെ നിങ്ങളുടെ ചോദ്യത്തിന്റെ കുഴപ്പമാണത്.
എന്താ വെച്ചാൽ ഇപ്പോൾ ജോസഫ് അത് വളരെ സിൻസിയർ ആയിട്ട് പറഞ്ഞു. കഴിഞ്ഞ 2 ടേമായിട്ട് ഞങ്ങൾ കേരളത്തിലും കേന്ദ്രത്തിലും ഞങ്ങൾ പ്രതിപക്ഷത്താവുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കോൺഗ്രസ്സുകാർ പറയുന്ന കെ സുധാകരൻ ഇന്നലെ കൃത്യമായിട്ട് പറയണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇനിയും പ്രതിപക്ഷത്തിരിക്കാൻ പറ്റില്ല, ഞങ്ങൾ കേരളത്തിന്റെ ഭരണം തട്ടിയെടുത്തിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ. അതെ അവർക്ക് പറഞ്ഞിട്ടുള്ളൂ. അധികാരത്തിലാവുക, അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, അല്ലാതിരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് വലിയ പിടുത്തമല്ല. പക്ഷെ അതും കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇല്ലാത്ത ബഹളങ്ങളും സാധനങ്ങളും പറഞ്ഞിട്ട്, ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞിട്ട് ഈ ബഹളം ഉണ്ടാക്കുന്ന പരിപാടി നിർത്തിയാൽ മതിയായിരുന്നു. ആശാ വർക്കേഴ്സിന്റെ സമരത്തിന്റെ അവിടെ യൂത്ത് കോൺഗ്രസ്സുകാരെ പോയിട്ട് ഭയങ്കര അടിയും പിടിയൊക്കെ ഉണ്ടാക്കി. ആശാ വർക്കേഴ്സ് തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി വന്ന് ഇവിടെ ഇങ്ങനെ സീൻ ഉണ്ടാക്കണ്ട, വി ഡോണ്ട് സപ്പോർട്ട് ദിസ് കൈൻഡ് ഓഫ് വയലൻസ് എന്ന് പറഞ്ഞു. ഇതാണ് ഇവർക്ക് ഉണ്ടാവുന്ന ഒരു സാധനം. അത് കുഴപ്പമില്ല. ഇനി ഇപ്പൊ ഏറ്റവും കൂടുതൽ യുവാക്കളായതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ലഹരിക്കെതിരെ എന്ത് ചെയ്യണം എന്നുള്ളതാണല്ലോ. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന അടുത്ത വാക്ക് ലഹരിക്കെതിരെ സമരം എന്നാണ്. കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുന്ന പോലെ, പിണറായി വിജയനെതിരെ സമരം ചെയ്യുന്ന പോലെ ലഹരിക്കെതിരെ സമരം ചെയ്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇതൊരാളൊന്നും അല്ലല്ലോ. മറിച്ച് എന്തുകൊണ്ടാണ് കുട്ടികളെ, ചെറുപ്പക്കാരെ, അല്ലാത്ത ആളുകളും ലഹരിയിലേക്ക് പോകുന്നതെന്ന് കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാരമാണ് വേണ്ടത്. സത്യത്തിൽ ഈ ലഹരി എന്ന് പറയുന്നതേ അത് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ഞാൻ പറയുന്നത് എല്ലാവരും കഞ്ചാവ് അടിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. മറിച്ച് വർക്കഹോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി ചെയ്യാനുള്ള ലഹരി എന്നാണ്. വായന എന്നുള്ളത് ഒരു ലഹരിയാണ്. സാമൂഹ്യ സേവനം എന്നുള്ള ഒരു ലഹരിയാണ്. ഏതെങ്കിലും തരത്തിൽ ഇൻടോക്സിക്കേഷൻ ഉണ്ടാവണം ഈ മനുഷ്യന്മാർക്ക്. അപ്പം വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ലഹരി ഇല്ലാതിരിക്കുമ്പോഴാണ് ആളുകൾ സിന്തറ്റിക് ലഹരിയും അല്ലെങ്കിൽ ആൽക്കഹോളിന്റെ ഒക്കെ പിറകെ പോവുക. ആൽക്കഹോളിസത്തിൽ നിന്ന് എങ്ങനെയാണ് വർക്കഹോളിസത്തിലേക്ക് കൊണ്ടുപോവുക, ആൽക്കഹോളിസത്തിൽ നിന്ന് എങ്ങനെയാണ് ഓൺട്രപ്രീനർഷിപ്പിന്റെ ലഹരിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് കാര്യം. 10, 12, 20, 22 മണിക്കൂർ ജോലി ചെയ്യും കുട്ടികൾ ഒരു സ്വന്തം അവരുടെ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാനാണെങ്കിൽ. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കൊടുക്കുന്ന, കോളേജിൽ നിന്ന് ടീച്ചേഴ്സ് കൊടുക്കുന്ന അസൈൻമെന്റ് ചെയ്യാത്ത കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള സാധനം വന്നാൽ, നിങ്ങൾക്ക് IIM IIT കാണാം, അവർക്ക് ഇഷ്ടമുള്ള ടാസ്ക് വന്നാൽ 3-4 ദിവസം ഉറക്കമിളച്ചിരുന്ന് അവർ വർക്ക് ചെയ്യും. അങ്ങനെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ, അത് പ്രദർശിപ്പിക്കാൻ ഉള്ള സാഹചര്യം ഏതാണെന്ന് അറിഞ്ഞിട്ട് അതിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് വേണ്ടത്. ആ സാഹചര്യം അറിയാൻ നമ്മൾ എല്ലാ കാലവും വിചാരിച്ച പോലെ സീനിയർ പൊളിറ്റീഷ്യൻസിനല്ല പറ്റുക, ആ മേഖലയിലുള്ള ആളുകൾക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡിവൈഎഫ്ഐയുടെ ഈ ഇനിഷ്യേറ്റീവ് എന്നുള്ളത് ഇന്നോവേറ്റീവ് ആണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ്. കാരണം എന്താണ് ചർച്ച ചെയ്യേണ്ടതെന്ന്, എന്താണ് കാര്യങ്ങളെന്ന് VK സാനോജോ അല്ലെങ്കിൽ V വസീഫോ റഹീം MP അല്ല തീരുമാനിക്കുന്നത്. ആ ഫീൽഡിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളാണ്. യുവ ഫെസ്റ്റിവൽ നോവലിസ്റ്റ് ബെന്യാമിൻ കോർഡിനേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് സ്റ്റാർട്ടപ്പ് ഫീൽഡിലുള്ള ഇത്തരം ഇന്നോവേറ്റീവായ കാര്യങ്ങളിലുള്ള ആളുകളാണ്. അതിനുവേണ്ട പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നാണ് ഇവർ ചെയ്യുന്ന കാര്യം. ഇന്ന് ലാലിങ്ങനെ ചോദിക്കുന്നതിന് മറുപടി ഇല്ലെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നു 3-4 കൊല്ലത്തിനിടയിൽ, കാരണം ഇവർക്കും അറിയാം ഒരു ടേമും കൂടെ പ്രതിപക്ഷത്തിൽ തന്നെ ഇരിക്കേണ്ടതാണെന്നുള്ളത്. അപ്പം യൂത്ത് കോൺഗ്രസ് ആയിരുന്നാലും യൂത്ത് ലീഗ് ആയിരുന്നാലും ഈ മേഖലയിലേക്ക് തന്നെ വരും, തീർച്ചയായിട്ടും വരും. എന്നാലേ അവർക്കും ആളുകളുടെ ഇടയിൽ, ചെറുപ്പക്കാരുടെ ഇടയിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ്സുകാരെ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അങ്ങനെ ചോദിക്കുമ്പോഴാണ് അവർ P രാജീവിന്റെയും കുറെ കഥകളൊക്കെ ഇങ്ങനെ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുക എന്നുള്ളത്. യുവതയുടെ എന്താ പറയാ അസാധാരണമായ കഴിവ്. കാരണം ഈ നമ്മള് എന്താ പറയാ IR5 എന്നൊക്കെ പറയുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ 5ാം എഡിഷനിലൊക്കെ എത്തി നിൽക്കുന്ന കാലത്ത്, ഇന്റർനെറ്റിന്റെ കാലത്ത്, മൊബൈൽ ഫോണിന്റെയും ലാപ്ടോപ്പിന്റെയും എന്താ പറയാ AI-യുടെ ഒക്കെ കാലത്ത് ജീവിക്കുന്ന അനന്ത സാധ്യതകളുള്ള ചെറുപ്പക്കാരാണ്. അവരുടെ സാധ്യതകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ അങ്ങനെ ഒരു പ്രോ യൂത്ത് ആറ്റിറ്റ്യൂഡുള്ള സർക്കാർ മഹാഭാഗ്യത്തിന് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇത് തിരിച്ചറിയാനും ഇതിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റുന്ന ഒരു ഭരണ നേതൃത്വം ഇവിടെ ഉണ്ട്. ചെറിയ സപ്പോർട്ടുകളാണ് ചെയ്തിട്ടുള്ളത്, ചെറിയ ഫെസിലിറ്റേഷൻസ് ആണ് കഴിഞ്ഞ 8 വർഷം കൊണ്ട് ചെയ്തിട്ടുള്ളത്. ഒറ്റ ദിവസം ചെയ്തതല്ല, വളരെ നീണ്ട പ്ലാനിങ്ങോട്. അതാണ് ഇത് മുഖ്യമന്ത്രി പറഞ്ഞത്. 25 വർഷത്തിനപ്പുറമുള്ള കേരളത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ആവിഷ്കരിച്ചു മെല്ലെ പോളിസിയിലും ഇൻസെന്റീവ്സിലൊക്കെ മെല്ലെ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ഇപ്പൊ ഈ രീതിയിൽ വന്നിരിക്കുന്നത്. ഇന്ന് അവിടെ 2000 പേർ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നു. അതിൽ നിന്ന് 5, 10, 20, 100 ഇനീഷ്യേറ്റീവ്സ് ഉണ്ടായിരിക്കാം. കുറെ ആളുകൾ നെറ്റ്വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഈ ഒരു മെസ്സേജ് ഇങ്ങനെ പെർക്കുലേറ്റ് ചെയ്തിട്ട് പോയിട്ടാണ് അടുത്ത തവണ മറ്റു നഗരങ്ങളിൽ ഇതിനേക്കാൾ വ്യാപകമായ രീതിയിൽ ഈ കാര്യങ്ങൾ നടക്കുക. ഇതിനെ വിമർശിക്കാനോ ഇതിനെ അനലൈസ് ചെയ്യാനോ ഇതിനെ ചർച്ച ചെയ്യാനോ
പതിവ് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പ്ലാറ്റ്ഫോമും മെത്തഡോളജിയും ടൂൾസും നമ്മൾ ഉപയോഗിച്ചാൽ നമ്മൾ എവിടെ എത്തില്ല. നിങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ എന്ത് ചെയ്തില്ല എന്നുള്ള ഈ പതിവ് ബൈനറി തർക്കങ്ങളിലൂടെ ഈ സംഗതിയെ മനസ്സിലാക്കാൻ പോലും പറ്റില്ല. കോൺഗ്രസ്സുകാരോട് പറയേണ്ടതുണ്ട്, രാജീവ് ഗാന്ധിയുടെ കാലത്ത് തന്നെയാണ് ഇന്ത്യയിൽ അതിമനോഹരമായ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രോ കമ്പ്യൂട്ടർ ആറ്റിറ്റ്യൂഡുകൾ വന്നിട്ടുള്ളത്. സത്യമാണത്, വളരെ കൃത്യമായ ഒരു കാര്യമാണത്. കേരളത്തിന്റെ മൊത്തത്തിലുള്ള സാമൂഹ്യ വളർച്ചയ്ക്ക് പിന്നിൽ മാറി മാറി വന്ന ഇടത് വലത് സർക്കാരുകൾക്ക് UDF സർക്കാരിനും അതിൽ പങ്കുണ്ട്. പക്ഷെ എവിടെയാ പ്രശ്നം എന്നറിയോ? LDF ഭരിക്കുന്ന കാലത്ത് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായാൽ, അതിന്റെ ഒരു വാർത്ത വന്നാൽ ഉടനെ ഇവന്മാര് ചാടി എണീറ്റ് അങ്ങനെ ഒരു സംഗതിയില്ല, കേരളത്തിൽ വ്യവസായമേ ഇല്ല, കേരളം മൊത്തം കുഴപ്പമാണ്, ഞങ്ങളുടെ കാലത്തെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ നിലവിളിക്കാൻ തുടങ്ങും. ഇവിടെയാണ് പ്രശ്നം. ആരും UDFന്റെയോ ഉമ്മൻചാണ്ടിയോ സംഭാവനകളെ മറന്നു കളയുന്നോ മായ്ച്ചു കളയുന്നോ ഇല്ല, അത് പറ്റുകയുമില്ല. നോക്കൂ, നിങ്ങൾ ഇൻവെസ്റ്റർ മീറ്റിൽ, പി രാജീവിന്റെ നേതൃത്വത്തിൽ നടന്ന ഇൻവെസ്റ്റർ മീറ്റിൽ VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും BJPയുടെ ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിമാരും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരെയും പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എല്ലാ ആൾക്കാരും ചേർന്നുകൊണ്ടുള്ള ഒരു സംഗതിയാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ നിയമസഭയിലെ പ്രതിപക്ഷമാണ്, കേരളത്തിന്റെ പ്രതിപക്ഷമല്ല. കേരളത്തിന്റെ പ്രതിപക്ഷം ആവരുത്. പക്ഷെ ഇവർ പലപ്പോഴും വിചാരിക്കുന്നത് ഇങ്ങനെ എതിർ നിന്ന് തർക്കുത്തരം പറഞ്ഞ് കൂവി വിളിച്ചാലാണ് സപ്പോർട്ട് കിട്ടുക എന്നുള്ളതാണ്. അങ്ങനെ സപ്പോർട്ട് കിട്ടില്ല. അങ്ങനെ സപ്പോർട്ട് കിട്ടില്ല എന്നുള്ള കാര്യം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റിനെ പോലുള്ള ചെറുപ്പക്കാരാണ് മനസ്സിലാക്കേണ്ടത്. അവരാണ് മുതിർന്ന നേതാക്കളോട് പറയേണ്ടത്. ഭരണം എന്നുള്ളത്, അധികാരം എന്നുള്ളത് ആർക്കും തട്ടിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് കെ സുധാകരനെ പോലെയുള്ള തലപ്പൊക്കമുള്ള നേതാക്കന്മാരോട് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളാണ്. ജനങ്ങൾക്ക് മുന്നിൽ അവർക്ക് മനസ്സിലാവുന്ന, അവർക്ക് ഉപകാരം വരുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് അവരുടെ വോട്ട് വാങ്ങാണ്. തട്ടിയെടുത്താൽ കിട്ടുന്നതല്ല, തട്ടിയെടുക്കാൻ കിട്ടുന്നതല്ല ഭരണം. കേരളത്തിൽ ഒരു കാരണവശാലും അത് നടക്കുകയില്ല. ഇത് തിരിച്ചറിയാൻ, ഇതും കൂടി തിരിച്ചറിയാനുള്ള ഒരവസരമാണിത്. DYFI ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാൻ വേണ്ടി കൂടി ചെയ്ത കാര്യമാണിത്. ഇനി ഇതിനേക്കാൾ മനോഹരമായ കാര്യങ്ങൾ നമുക്ക് കാണാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരി, എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് VK സനോജ്, ഞാനൊരു കാര്യം, ഇന്ന് വസന്തനൊക്കെ അറിയാം, ഞാൻ പല കോൺഗ്രസ് നേതാക്കളുമായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, മറ്റുള്ളവരോട് സംസാരിച്ചതുപോലെ തന്നെ. അതിലൊരു കോൺഗ്രസ് നേതാവ് എന്നോട് പറഞ്ഞത്, ഇവിടെ ഒന്നും നടക്കില്ല എന്ന് നമ്മൾ ഒരിക്കൽ ചിന്തിച്ചിരുന്നല്ലോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്, അതിനൊരു മാറ്റമുണ്ട് എന്ന് തന്നെ അവരും വിശ്വസിക്കുന്നു എന്നാണ്. ഇവിടെ കേരളം മാറുന്നുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെന്നാണ്. അങ്ങനെ വരേണ്ടതല്ലേ? നമ്മുടെ മക്കൾക്കും ഈ കേരളത്തിൽ ജീവിക്കേണ്ടതല്ലേ? അവർക്കല്ലേ ഇതൊക്കെ ഗുണകരമായി മാറുന്നത്? അതിന് കൈയടിക്കുന്നു എന്ന് പറഞ്ഞത് ഒരു കോൺഗ്രസ് നേതാവാണ്. വസന്തിന് സംശയമുണ്ടെങ്കിൽ പേര് ഞാൻ പറയണമെങ്കിൽ പിന്നീട് ഞാൻ പറയാം. പക്ഷേ ഇതൊരു സത്യം ആണ് എന്നുള്ളത്. സനോജെ, ഒരു മിനിറ്റ് എനിക്ക് ഇടവേളയിലേക്ക് പോകാനുണ്ട്. ഒരു കമൻ്റ് ഉണ്ടോ അതിനോട്? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. അതായത് ആഗോളതലത്തിൽ 46% വളർച്ചയാണ് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ ഉള്ളതെങ്കിൽ കേരളം അത് 254% എന്നത് അത് ഞങ്ങളുണ്ടാക്കിയ ശതമാനത്തിൻ്റെ കണക്കല്ലല്ലോ. അപ്പോൾ ആ കണക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇവരുടെ നേതാവ്, മുൻ കേന്ദ്രമന്ത്രി ഒരു ലേഖനം എഴുതുന്നു. അപ്പം എന്തുകൊണ്ട് അത്തരം കാര്യങ്ങളോട് ഇത്രമാത്രം അസഹിഷ്ണുത ഇവർ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇവർക്ക് തുടർഭരണം ലഭിച്ചതിൻ്റെ ഒരു പക കേരളത്തിലെ ജനങ്ങളോട് കാര്യമായിട്ടുണ്ട്. നേരത്തെ പ്രേംകുമാർ സൂചിപ്പിച്ചതുപോലെ ഇവർ നിയമസഭയിലെ പ്രതിപക്ഷം എന്നൊന്നും മറന്നിട്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷമാവുന്നു. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ കേരളത്തോട് അങ്ങേയറ്റത്തെ വിരോധം നിറഞ്ഞ സമീപനം സ്വീകരിക്കുന്നു. ആ BJP ഗവൺമെൻറ്റിൻ്റെ വഴിയിൽ തന്നെയാണ് തങ്ങളും എന്ന് ഉറപ്പിച്ച് പറയുന്ന രൂപത്തിലാണ് ഇവരുടെ പെരുമാറ്റങ്ങൾ, ഇവരുടെ സമരങ്ങൾ, ഇവരുടെ ഇടപെടലുകൾ. തുടർച്ചയായ ആ കാര്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തിനാണ് ഇവർ ഈ കേരളത്തിലെ അതിവേഗ പാതയെ തടസ്സപ്പെടുന്നത്, നമ്മുടെ സിൽവർ ലൈൻ പാതയെ തടസ്സപ്പെടുന്നത്? യഥാർത്ഥത്തിൽ കേരളത്തിൽ സിൽവർ ലൈൻ പാതയില്ലാതെ കേരളത്തിൻ്റെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് ആർക്കും അറിയാവുന്ന കാര്യമല്ലേ? കേരളത്തിൻ്റെ വ്യവസായ വികസനം, കേരളത്തിൻ്റെ സംരംഭകത്വം, കേരളത്തിൻ്റെ മറ്റ് വികസനങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് യാത്രാ പ്രശ്നം പരിഹരിക്കണ്ടേ? സിൽവർ ലൈൻ പാത മാത്രമല്ലല്ലോ, ഇവർ ദേശീയപാതയ്ക്ക് എതിരായ നിലപാട് സ്വീകരിച്ചില്ലേ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസ് പൂട്ടിയിട്ട് പോയില്ലേ അവർ? ആര് വന്നപ്പോഴാണ് അധിക തുക സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിച്ച് ഭൂമി ഏറ്റെടുത്ത് കൊടുത്ത് ആ കാര്യങ്ങൾ നിർവഹിച്ചത്?
ആ കാര്യങ്ങൾ അങ്ങനെ നിർവഹിച്ചപ്പോൾ കേന്ദ്രമന്ത്രിക്ക് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കേരളത്തിൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ് അംഗീകരിക്കേണ്ടി വന്നില്ലേ? ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമല്ലേ? ഞങ്ങൾ വെറുതെ അവകാശപ്പെടുന്നതാണോ? 5000-ൽ കൂടുതൽ കോടി രൂപ കൂടുതൽ സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിച്ചിട്ട് ആ സ്ഥലമേറ്റെടുക്കൽ പ്രവൃത്തി പൂർത്തീകരിച്ചില്ലേ? ആന്റണി എന്താ പറഞ്ഞത്? ആന്റണി കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായ ഘട്ടത്തിൽ ആന്റണി പറഞ്ഞു, പിന്നീട് എളമരം കരീം മാറി വന്ന അവസരത്തിൽ ആന്റണി പറഞ്ഞു, എളമരം കരീമിനെ എനിക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരാൻ എനിക്ക് ധൈര്യമുണ്ട്. എന്നാൽ UDFന്റെ കാലത്ത് എനിക്ക് ധൈര്യമില്ലായിരുന്നു, എന്താവുമെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞതാര ആന്റണിയാണ്. അപ്പോൾ ആന്റണി ചില ഘട്ടങ്ങളിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ശശി തരൂർ പറഞ്ഞു. അപ്പോൾ അത്തരം കാര്യങ്ങളോടൊക്കെ ഇവരുടെ സമീപനം എന്താണ്? ശരി, വസന്തിന് ഒരു മറുപടി ഉണ്ടെന്ന് തോന്നുന്നു, കൈ കാണിക്കുന്നുണ്ട്. വസന്ത് ഒരു 1.25 മിനിറ്റാണ് തരാനാകുക, പറഞ്ഞോളൂ. അതെ, ഒരു കാര്യം ഡോക്ടർ പ്രേംകുമാറിനാണ്. അദ്ദേഹം നേരത്തെ വസന്തിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ലൈവ് വല്ലതും കട്ടായ ഉണ്ടെങ്കിൽ കേൾക്കാത്തായിരിക്കാം. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്തൊക്കെ പരിപാടികൾ ചെയ്തു എന്ന് ചോദിച്ചാൽ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഇനിയും ആവർത്തിക്കാം. യുവ ന്യായ് എന്ന് പറയുന്ന പരിപാടി വളരെ കൃത്യമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെ ഇന്ത്യയൊട്ടാകെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്ത് നടത്തിയ പരിപാടിയാണ്. അതിന്റെ ഭാഗമായാണ് 2024 ഇലക്ഷനിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ യുവാക്കളെ സംബന്ധിച്ച് 3.5 പേജാണ് മാറ്റിവെച്ചത്. എന്തിനു വേണ്ടി? യുവാക്കളുടെ പ്രതീക്ഷകളുമായി ബന്ധപ്പെട്ട് അത് മുമ്പോട്ട് വെച്ച പരിപാടി യൂത്ത് കോൺഗ്രസിന്റേതാണ്. ഇനി ഇന്ദിരാ ഫെലോഷിപ്പ് യുവാക്കളായ സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് നടത്തിയതാണ്. യങ് ഇന്ത്യ കെ ബോൾ, അതായത് പ്രാസംഗികരായിട്ടുള്ള യുവാക്കളെ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടി യങ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് 140 നിയോജക മണ്ഡലങ്ങളിലും ഞങ്ങൾ ക്യാമ്പുകൾ നടത്തി. ആ ക്യാമ്പുകളുടെ ഭാഗമായി 140 നിയോജക മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് സെല്ലുകളുണ്ട് സഹായം ചെയ്തു കൊടുക്കാൻ. അതൊക്കെ അറിയില്ല എന്ന് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് അങ്ങ് പറയണ്ട, അതൊക്കെ കൃത്യമായി ഞങ്ങൾ ചെയ്തു കൊടുക്കും. ടാലന്റ് ഹണ്ട് ഉണ്ട്, ഞാൻ വിട്ടുപോയത് ഞാൻ പറയാം. ടാലന്റ് ഹണ്ട് ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് അല്ലല്ല ഡോക്ടർ ലാൽ, അങ്ങ് സമയപരിമിതി പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഒരു മൈതാനം കിട്ടി PR എക്സസൈസ് നടത്തിയത് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഭാഗമാണ്, കൃത്യമായി ഞങ്ങൾക്കുണ്ട്. യൂത്ത് കോൺഗ്രസിന് ഇത് ഞങ്ങൾ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞാൻ 15 സെക്കൻഡ് കൂടുതൽ തന്നു കേട്ടോ, ഞാൻ ഇടപെട്ടിട്ടില്ല. 15 സെക്കൻഡ് ഞാൻ കൂടുതൽ തന്നു. വസന്ത് എന്നോട് പിണങ്ങരുത്, സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. VK സനോജ് ഇതാ 1,52,900 കോടി രൂപയാണ്, അതിൻ്റെ അത്രയും നിക്ഷേപ താല്പര്യമാണ് ഈ കൊച്ചി നടന്ന ഇൻവെസ്റ്റ് കേരള സമ്മിറ്റിലൂടെയൊക്കെ നമ്മൾ നേടിയെടുത്തിട്ടുള്ളത്. അതിനെ തുടർന്ന് ആണ് ഇതാ ഇപ്പോൾ DYFI അതിനോടൊക്കെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിക്കുന്നത്. അതിനോട് മത്സരിക്കേണ്ട പരിപാടികൾ അത് സംസ്ഥാന സർക്കാർ ചെയ്തതാണ്. ഇതൊരു യുവജന സംഘടനയാണ്. നിങ്ങൾ ഇപ്പോൾ എന്ത് അത്ഭുതമാണ് നാളെ ഇത് അവസാനിക്കുമ്പോൾ കേരളത്തോട് പറയാൻ നിൽക്കുന്നത്? അത് ഞാൻ പറയാം, പക്ഷേ യൂത്ത് കോൺഗ്രസിനോട് ഞങ്ങൾക്ക് മത്സരിക്കാൻ കഴിയില്ല. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യാജ കാർഡ് അടിച്ച കേസിൽ പ്രതിയായിട്ട് ഇപ്പോൾ വിചാരണ കാത്ത് നിൽക്കുകയാണ്. നമുക്ക് അതിനോട് മത്സരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമില്ലല്ലോ. വ്യാജ കാർഡ് അടിച്ചിട്ട് സംഘടനാ കമ്മിറ്റി പിടിക്കാൻ ഞങ്ങൾ കൊടുത്ത പരാതിയെ മാത്രമല്ല, യൂത്ത് കോൺഗ്രസിലെ മുതിർന്ന ഒരു നില തന്നെ കൊടുത്ത പരാതിയും കാര്യങ്ങളിലെ നമ്മൾ കണ്ടു. മലപ്പുറത്ത് തൂരിൽ സ്വന്തം സഹപ്രവർത്തകയെ കൊന്നു കുഴിച്ചുമൂടി അല്ലേ, വിഷ്ണു കൊന്നു കുഴിച്ചുമൂടിയിട്ട് ഈ കക്ഷി കുഴിച്ചുമൂടിയ കക്ഷി തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പോസ്റ്റ് അടിച്ചു വെക്കുകയാണ്. എന്തുകൊണ്ട് പോലീസ് ഈ യുവതിയെ കണ്ടെത്തുന്നില്ല? കേരളത്തിന്റെ പോലീസ് പരാജയമെന്ന്. ഇവരോട് ആർക്കും മത്സരിക്കാൻ കഴിയും? ഇവരോട് മത്സരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇവരുടെ കഥയൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ ഈ അവസരം അതിന് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് കഞ്ചാവ് കേസിലും ആളെ കൊന്ന കേസിലും യുവതിയെ കൊന്നു വിട്ടുപറ്റത്ത് കുഴിച്ചുമൂടിയ കേസിലും വ്യാജ കാർഡടിച്ച കേസിലും എല്ലാം പ്രധാന പ്രതികൾ യൂത്ത് കോൺഗ്രസിന്റെ സമുന്നതരായ നേതൃനിര തന്നെയാണ്. കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് വസന്തേ. ഇവിടെ വളരെ ഗൗരവമായ കേരളത്തിന്റെ വികസനം സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആ വികസന ചർച്ചയിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ ശ്രമിക്കരുത്. ഞങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങളെ കാണുന്നത്. ആ മാറ്റം എന്ന് പറഞ്ഞാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്ത് കേരളം 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. അത് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത കണക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. എങ്ങനെയാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്? കേരളത്തിൽ അനുഭവ സമ്പത്തുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ നിക്ഷേപകർ സാക്ഷ്യപ്പെടുത്തി. എല്ലാ നിക്ഷേപകരും AKG സെന്ററിൽ വന്നു പോകുന്നവരല്ല.
എല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾ നിക്ഷേപകരായിട്ടുണ്ട്. ആ നിക്ഷേപകർ, വ്യവസായികൾ, സംരംഭകർ അവരെല്ലാം സാക്ഷ്യപ്പെടുത്തിയ കണക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാം സ്ഥാനത്തേക്ക്. അതുകൊണ്ട് കേരളത്തിന്റെ വികസനം മുടക്കാൻ വേണ്ടിയിട്ട്, കേരളത്തിലെ ചെറുപ്പക്കാരെ തൊഴിലില്ലാതാക്കാൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് സിൽവർ ലൈനിന്റെ മഞ്ഞക്കുറ്റി പൊരിക്കുമ്പോൾ കേരളത്തിൽ സിൽവർ ലൈൻ വേണം, കേരളം വളരണം എന്ന ഏറ്റവും ഉജ്ജ്വലമായ പുരോഗമനമായിട്ടുള്ള വികസനോന്മുഖമായിട്ടുള്ള മുദ്രാവാക്യം DYFI മുന്നോട്ട് വെക്കുകയാണ്. ഞങ്ങൾ ഇനിയും മുന്നോട്ട് വെക്കും. കേരളം ഒറ്റ നഗരമായി മാറണം, കേരളത്തിൽ IT ഹബ്ബുകൾ ഉണ്ടാവണം, കേരളത്തിൽ AI ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ വരേണ്ടതുണ്ട്. അത് ഇതിനെല്ലാം തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് യൂത്ത് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ആ നിലപാട് തിരുത്തി ഈ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് അവരുടെ തൊഴിലെന്ന സ്വപ്നം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ഡോക്ടർ പ്രേംകുമാർ, അവസാനത്തെ ഒരു മിനിറ്റ് ഇല്ലെങ്കിൽ പോലും ഞാൻ താങ്കൾക്ക് അത് തരാൻ ശ്രമിക്കുകയാണ്. മവാസോ വേർ ഐഡിയാസ് ഫൈൻഡ് ദെയർ വാല്യൂ എന്ന ഈ 2025 DYFIയുടെ ഈ ഒരു വലിയ വിപ്ലവം, അത് കേരളത്തിലെ മറ്റു യുവജന സംഘടനകളോടുള്ള താങ്കളുടെ ആത്മാർത്ഥമായ ഒരു അപേക്ഷ എന്താണ്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് DYFI തുടങ്ങി വെച്ചിരിക്കുന്നത്. അത് കേരളത്തിൽ DYFI തന്നെയാണ് ചെയ്യേണ്ടത്. കേരളത്തിലുള്ള കോൺഗ്രസ് ആയിരുന്നാലും ലീഗ് ആയിരുന്നാലും ഒരു പരിധിവരെ BJP ആയിരുന്നാൽ പോലും കേരളത്തിന്റെ മൊത്തം ആ ഒരു ലെഫ്റ്റ് മൈൻഡ് സെറ്റ് അബ്സോർബ് ചെയ്തിട്ടുള്ള പാർട്ടികളാണ്. സ്വാഭാവികമായിട്ടും അവരും ഈ സാധനങ്ങൾ സ്വാംശീകരിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. യൂത്ത് കോൺഗ്രസിനകത്ത് നല്ല മിടുക്കന്മാരുണ്ട്, നല്ല സ്മാർട്ടായ കക്ഷികളുണ്ട്. സനോജ് ചിരിച്ചു തള്ളുന്നു വേണ്ട, ഐഡന്റിറ്റി കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹൈ എൻഡ് ടെക്നോളജിയാണ് അതിനകത്ത് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ആ സമയത്ത് അവർ നല്ല കാര്യത്തിനല്ല ഉപയോഗിച്ചത്. പോലീസ് കേസെടുത്തുന്നുള്ള കുഴപ്പം മാത്രമേ, നല്ല ബുദ്ധിയും സാമർഥ്യമുള്ള സോഷ്യൽ മീഡിയയിൽ അവർ ഇടപെടുന്നത് അതിസമർത്ഥമായിട്ടാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പോസിറ്റീവായ ട്രാക്കിലേക്ക് മാറ്റാൻ അവർ വിചാരിച്ചാൽ നടക്കും, അവരത് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ ലാലിനോട് പറഞ്ഞത് ഇങ്ങനെ ക്രോസ് ചെയ്ത് പറയുന്നത് ശരിയല്ല, നിങ്ങളും ചെയ്യൂ എന്ന് പറയാണ് വേണ്ടതെന്നാണ്. പക്ഷെ അത് എന്റെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് അദ്ദേഹത്തെ കളിയാക്കിയ പോലെയാണ് തോന്നിയത്. അതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്തായാലും DYFI ലിങ്ക് ഓപ്പൺ ചെയ്തപ്പോൾ രജിസ്റ്റർ ചെയ്തവരിൽ DYFIക്കാർ മാത്രമല്ല, ഇടതുപക്ഷക്കാർ മാത്രമല്ല, മറ്റു പാർട്ടിക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെയും അവർ ചെയ്യാൻ പോകുന്നു എന്നാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ വസന്തെ പ്രശ്നമാണ്. മറ്റുള്ളവരും ഒക്കെ ഈ അപകടം മണത്തറിയുക. കേരളത്തിലെ യുവാക്കൾ, വിദ്യാർത്ഥികൾ ഒക്കെ ഈ രീതിയിലാണ് സംഘടിപ്പിക്കപ്പെടേണ്ടത്. അതാണ് മവാസോ നമുക്ക് തരുന്ന പാഠം. ഇത് തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന്. VK സനോജ്, വസന്ത് സിറിയയ്ക്ക് ഒപ്പം ഡോക്ടർ പ്രേംകുമാർ. ന്യൂസ് അവസാനിക്കുകയാണ്.